Hello everyone, good afternoon. So, SREENARAYANA Guru Open Universityയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിനേഷൻ വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ 27th എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ മെഗാ ലൈവ് സെഷൻസുകളെല്ലാം കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ BA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ. സോ നമ്മുടെ കോഴ്സാണ് അല്ലേ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്ട്രെസ് ചെയ്ത് നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. കാരണം നമ്മൾ ലിറ്ററേച്ചറുകാർക്ക് ലിറ്ററേച്ചറാണ് ഏറ്റവും എന്തെന്ന് പറയുന്നത് കോറായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് 6 ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിലുള്ളത്. അതിൽ 19ഓളം യൂണിറ്റ്സുകൾ നമുക്ക് കവറപ്പ് ചെയ്ത് പോകാനുണ്ട്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ യൂണിറ്റ്സിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്തേ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ നമ്മൾ ഓരോ യൂണിറ്റ് ക്രൊണോളജിക്കലായിട്ട് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ലിറ്ററേച്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദ 3 പ്രൈമറി ഫോംസ് ഇൻ ടേക്സ് അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലിറ്ററേച്ചർ, നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ് ലിറ്ററേച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോണേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ബ്ലോക്കിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. സോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ലിറ്ററേച്ചർ അല്ലേ. ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ളതാണ് നമ്മുടെ പേപ്പർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, എന്താണ് ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും അതിന് ഉത്തരം എഴുതുക. സോ വാട്ട് ഈസ് literature and explain 3 primary forms it takes according to the text അല്ലേ. സോ അത് മാത്രമല്ല 3 പ്രൈമറി ലിറ്ററേച്ചർ ഫോംസുകളാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ലിറ്ററേച്ചർ. സോ ലിറ്ററേച്ചർ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ്സ് ലിറ്ററേച്ചറാ. സോ ലിറ്ററേച്ചർ എന്നുള്ള ഈ ഒരു വേർഡ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് എന്താണ് അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ദ റിട്ടൺ ഓർ സ്പോക്കൺ വർക്ക്സ് ദാറ്റ് ഹാവ് ആർട്ടിസ്റ്റിക് വാല്യൂസ് ആൻഡ് എക്സ്പ്രസ് ഹ്യൂമൻ തോട്ട്സ്, ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. സോ ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടൺ ഓർ സ്പോക്കൺ വർക്ക്സ് അല്ലേ. സോ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ദാറ്റ് വർക്ക് ഷുഡ് ഹാവ് ആൻ artistic value and that should be express the thoughts, feelings and experience of human beings. So any other things. So literature is often called the voice of society because it reflects the culture, beliefs and life of people in different times and place. And 3 main forms of literature is oral literature, visual literature and the third one is written literature. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വോയിസ് ആണ് അല്ലേ. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വോയിസ് ആണ്. സോ സൊസൈറ്റിയിലുള്ള കൾച്ചർ, സൊസൈറ്റിയുടെ ബിലീവ്സ്, അതുപോലെ തന്നെ ദ ലൈഫ് ഓഫ് പീപ്പിൾ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ ദ ലിറ്ററേച്ചർ അല്ലേ. ലിറ്ററേച്ചറിലൂടെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് 3 ടൈപ്സ് ഓഫ് ലിറ്ററേച്ചേഴ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഓറൽ ലിറ്ററേച്ചർ, റിട്ടൺ ലിറ്ററേച്ചർ ആൻഡ് വിഷ്വൽ ലിറ്ററേച്ചർ അല്ലേ. സോ എന്താണ് ഓറൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രിൻ്റഡ് പ്രസ്സൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇതൊന്നും എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓറലി ആയിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് എന്താണ്, that passed from one generation to another by speaking or singing അല്ലേ. അതായത് പാട്ടുകളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക സ്പീക്കിംഗ്, വാമൊഴികളിലൂടെ ലിറ്ററേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ലിറ്ററേച്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലേ.
ദെൻ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് folk tales, myths, legends and ballads. സോ ബാലഡ്സ്, ലെജൻഡ്സുകൾ, മിത്സ്, ടെയിൽസ്, ഫോക്ക് ടെയിൽസുകൾ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഓറൽ ലിറ്ററേച്ചറിന് എക്സാമ്പിളാണ്. സോ നെക്സ്റ്റ് റിട്ടൺ ലിറ്ററേച്ചറാണ്. സോ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് റിട്ടൺ ഡൗൺ ഇൻ ബുക്സ്, manuscripts or print. Examples: poems, novels, short stories and essays. അല്ലേ? സോ നമ്മൾ സ്പോക്കൺ ആയിട്ടാണ് എന്ത് വരുന്നത്? ഓറൽ ലിറ്ററേച്ചർ വരുന്നത്. അപ്പോൾ റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്, നമുക്ക് റിട്ടൺ വേർഡ്സിൽ നമ്മൾ എഴുതുന്നതാണ് അല്ലേ? അതായത് നമ്മൾ മാനുസ്ക്രിപ്റ്റ്സുകളായിട്ട് അല്ലെങ്കിൽ ബുക്സുകളിലൊക്കെ എഴുതുന്നതാണ് വരുന്നത്. സോ അതിന് എക്സാമ്പിളാണ് പോയംസ്, നോവൽസ്, ദെൻ ഷോർട്ട് സ്റ്റോറീസ്, എസ്സേസ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റിട്ടൺ ലിറ്ററേച്ചറാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വിഷ്വൽ ലിറ്ററേച്ചറാണ്. സോ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് പെർഫോമഡ് ഓർ പ്രസൻറ്റഡ് ബിഫോർ ആൻ ഓഡിയൻസ്, എക്സാമ്പിൾ പ്ലേസ്, ഡ്രാമ ആൻഡ് മൂവീസ്. സോ ഇനി എന്താ വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിറ്ററേച്ചർ എന്ത് ചെയ്യാം? ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യപ്പെടുക അല്ലേ? അതിനെയാണ് നമ്മൾ വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡ്രാമാസ് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ മൂവീസ് എക്സാമ്പിളാണ്. സോ ഇപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 5 മാർക്കിന് വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ നമ്മൾ എഴുതണം. ഇനി ഒറ്റ ഒരു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഒരു 2 മാർക്കിന് നമുക്ക് ഓറൽ ലിറ്ററേച്ചർ എന്ന് മാത്രം ചോദിച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഓറൽ ലിറ്ററേച്ചർ എന്താണെന്ന് എഴുതണം. അതിനൊരു 2 എക്സാമ്പിളും എന്ത് ചെയ്യാം? എഴുതാം. ഇപ്പോൾ 2 മാർക്കിനൊക്കെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഒരു 3 സെൻറ്റൻസോ അല്ലെങ്കിൽ 4 സെൻറ്റൻസിലോ വെച്ച് ഒതുക്കുക. ഒരു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 3-4 സെൻറ്റൻസ് മാത്രം എഴുതുക. സോ അതിനപ്പുറത്തേക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ടൈം കളഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് എഴുതരുത്. കാരണം നമുക്ക് 10 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് എഴുതണം, ഒത്തിരി എഴുതണം. അപ്പോൾ ഈ 2 മാർക്കിൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പോലും അത് ഓവറായിട്ട് എഴുതാതെ ഒരു 3-4 സെൻറ്റൻസിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് the genre of fiction and detail at least 5 of its sub-genres with example. So ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഫിക്ഷൻ is a type of literature based on imagery, character, events and situations. സോ ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്ഷൻസ് എഴുതുന്നത്? That is based on imagery, character, events and situations അല്ലേ? ആൻഡ് മെയിൻലി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്ഷൻ എഴുതുന്നത്? ഫിക്ഷൻ എഴുതുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ട്, എന്താണ്? ഫിക്ഷൻ ഇസ് സംതിങ് ഇമാജിനറി അല്ലേ? സംതിങ് മാജിക്കൽ ഓർ മിസ്റ്റീരിയസ്. സോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. സോ മെയിൻലി ഈ ഒരു ഫിക്ഷൻ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു എൻ്റർടൈൻ ദ റീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദോ ഇറ്റ് may also teach lessons or express ideas and even നമുക്ക് എന്ത് ചെയ്യാം? ഫിക്ഷൻസിൽ നമുക്ക് മോറൽ ലെസൺസുകൾ ടീച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസും ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷേ മെയിൻലി എന്ത് ചെയ്യുന്നു? മെയിൻലി നമ്മൾ ഫിക്ഷൻ എഴുതുന്നത് റീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ്. സോ ഇനി 5 സബ് ജോണേഴ്സ് ഓഫ് ഫിക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് വൺ ഇസ് നോവൽ. സോ നോവലാണ് ആദ്യം വരുന്നത്. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് എ ലോങ് ഫിക്ഷണൽ സ്റ്റോറി വിത്ത് മെനി ക്യാരക്ടേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് അല്ലേ? സോ ഒരുപാട് ക്യാരക്ടേഴ്സും ഈവൻറ്റ്സുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, ലോങ് നറേറ്റീവാണ് ആക്ച്വലി നോവൽ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഷോർട്ട് സ്റ്റോറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോവലിൻ്റെ അത്രയും ഉണ്ടാവില്ല, ബ്രീഫ് ആയിരിക്കും. ഒരു ബ്രീഫ് ഫിക്ഷണൽ നറേറ്റീവാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. യൂഷ്വലി അവിടെ വളരെ കുറച്ച് ഇൻസിഡൻസുകൾ മാത്രമാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു മെയിൻ ഇൻസിഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ദെൻ allegory ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് allegory, a story with a hidden or symbolic meaning, often conveying a moral or political message അല്ലേ? ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രീഫ് ആയിട്ടുള്ള എന്താണ് ഹിഡൻ അതുപോലെ തന്നെ സിംബോളിക് മീനിങ് ഉള്ള ഒരു സ്റ്റോറിയാണ് എന്തെന്ന് പറയുന്നത്? allegory എന്ന് പറയും. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ചില സ്റ്റോറീസിലെല്ലാം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും എന്തായിരിക്കാം? ഒരു allegory ആയിരിക്കാം. ആ ക്യാരക്ടറിലൂടെ ആയിരിക്കും ആ ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
പറയുന്നുണ്ടായിരിക്കുക. സോ അതിനെയാണ് നമ്മൾ അലിഗറി എന്ന് പറയുന്നത്. അലിഗറി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ, സോഷ്യൽ അലിഗറീസ് എല്ലാം ഉണ്ട്. സോ അത് നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എന്താണ് അലിഗറി എന്ന് മാത്രം പഠിച്ചു വയ്ക്കാം. ദെൻ ഫാബിളാണ് നെക്സ്റ്റ് വരുന്നത്. ഫാബിൾ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി പോലെ തന്നെ ചെറിയൊരു സ്റ്റോറിയാണ് ഫാബിൾ എന്ന് പറയുന്നത്. സോ ഓഫൺ ഫീച്ചറിങ് ആനിമൽസ്. പക്ഷേ ഷോർട്ട് സ്റ്റോറിയും ഫാബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫാബിളിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് എന്തായിരിക്കും, ആനിമൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതായത് ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിരിക്കും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്താണ്, ഇപ്പോൾ നമ്മൾ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ഇങ്ങനെ നമ്മളൊക്കെ ഈ ഫാബിൾ വായിച്ചിട്ടുണ്ടാകും. അതായത് സംസാരിക്കുന്ന ആനിമൽ ക്യാരക്ടേഴ്സ് അല്ലേ, ആനിമൽസിലൂടെ നമുക്കൊരു മോറൽ ലെസൺസ് ടീച്ച് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഫാബിൾ. ദെൻ മിത്തോളജിയാണ് നെക്സ്റ്റ് വരുന്നത്. സോ മിത്തോളജി ഇസ് എ ട്രഡീഷണൽ സ്റ്റോറീസ് അബൌട്ട് ഗോഡ്, ഹീറോസ് ആൻഡ് ദ ഒറിജിൻസ് ഓഫ് കൾച്ചർ ഓഫ് ബിലീഫ്സ് അല്ലേ. മിത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ് തന്നെയാണ്, പക്ഷേ അവിടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഒന്നെങ്കിൽ എന്തായിരിക്കും, ഗോഡ് ആയിരിക്കും. സോ അല്ലെങ്കിൽ ഗോഡ്, ഗോഡസ് ഇവരൊക്കെ വെച്ച് എഴുതുന്ന സ്റ്റോറീസാണ് എന്തെന്ന് പറയുന്നത്, മിത്തോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹീറോസിനെ വെച്ചുകൊണ്ടായിരിക്കും എഴുതുന്നത് അല്ലേ. ഇപ്പം നമ്മൾ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന മിത്തോളജി ഏതാണ്, ഗ്രീക്ക് മിത്തോളജിയാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ ഒരുപാട് ഗോഡിനെ കുറിച്ചും ഗോഡസിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ഹീറോയിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിൽ സ്റ്റോറീസുകൾ കേട്ടിട്ടുണ്ട്. സോ മിത്തോളജി എന്ന് പറഞ്ഞാൽ ഗോഡ്സിനെയോ അല്ലെങ്കിൽ ഹീറോസിനെയോ ഒക്കെ എന്ത് ചെയ്യാണ്, ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റോറീസാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിത്തോളജി എന്ന് പറയുന്നത്. സോ ക്ലിയർ അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ? ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് അനലൈസ് poetry as a literary form and distinguish between its narrative and lyric types. So പോയട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിറ്ററി ഫോമാണ് അല്ലേ. ഡിഫറെൻറ്റ് ലിറ്ററി ഫോംസുകളുണ്ട്. സോ അതിലൊന്നാണ് പോയട്രി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നറേറ്റീവ് ആൻഡ് ലിറിക് പോയട്രി അല്ലെങ്കിൽ നറേറ്റീവ് ആൻഡ് ലിറിക് ടൈപ്സ്? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 5 മാർക്കിനൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് 5 മാർക്കിന് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം എഴുതണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതൊരു 2 മാർക്കിനൊക്കെയാണ് വരുന്നത് എങ്കിൽ അതെന്ത് ചെയ്യാം, ഇത് ഷോർട്ടാക്കിയിട്ട് എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതണ്ട, അതിന് പുറത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ ആ ഒരു ജസ്റ്റ് പോയിൻറ്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പോയട്രി എന്ന് പറയുന്നത് ഒരു ലിറ്ററി ഫോമാണ് അല്ലേ. ആൻഡ് പോയട്രി ഇസ് എ ഫോം ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് യൂസസ് റിതം, മീറ്റർ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ആൻ ആർട്ടിസ്റ്റിക് വേ അല്ലേ. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ലിറ്ററി ഫോമാണ്. സോ റിതവും മീറ്ററും അതുപോലെ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള പോയറ്റിക് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇമോഷൻസും എക്സ്പീരിയൻസും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു പോയട്രി എന്ന് പറയുന്നത് അല്ലേ. ദെൻ ആ പോയട്രി എന്തായിരിക്കും, that focus on the beauty of language and often creates strong feelings of vivid images in the reader's mind അല്ലേ. സോ ആ ഒരു പോയട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മുടെ ഉള്ളിൽ, അതായത് റീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ നമ്മുടെ ഇമേജസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കണം, നമ്മുടെ മൈൻഡിൽ ഇമേജസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം ഒരു എന്തെന്ന് പറയുന്നത്, ഒരു പോയട്രി എന്ന് പറയുന്നത്. സോ പോയട്രി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്യാം നമുക്ക് പോയട്രിയെ അല്ലേ. അതായത് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, സോ പോയട്രിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നറേറ്റീവ് പോയട്രി എന്നും അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ലിറിക്കൽ പോയട്രി എന്നും പോയട്രി എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ നറേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, നറേറ്റീവ് പോയട്രി ടെൽസ് എ സ്റ്റോറി ആൻഡ് ഇറ്റ് ഹാസ് ക്യാരക്ടേഴ്സ്, events and a plot similar to a short story or novel. സോ നറേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് സ്റ്റോറിയെ പോലെ തന്നെയാണ് ഒരു നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത്. സോ ആ ഒരു നറേറ്റീവ് പോയട്രിയിൽ എന്തുണ്ടായിരിക്കും, ഈവൻസുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്ലോട്ട്സ്, ക്യാരക്ടേഴ്സ്. നമ്മളൊരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു രീതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നറേറ്റീവ് പോയട്രിക്ക് ഉള്ളത്. ദെൻ
ഇതിൽ ഹീറോയിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പറയുന്നുണ്ടായിരിക്കുക. ദെൻ അഡ്വഞ്ചറസ് സ്റ്റോറീസ് അല്ലെങ്കിൽ എന്തായിരിക്കും മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർ അല്ലെങ്കിൽ സോൾജിയേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പറയുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് ഇനി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് നമ്മുടെ നരേറ്റീവ് പോയട്രിക്ക് എക്സാമ്പിൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇലിയഡ് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്, ഇലിയഡ് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, an epic poem about the Trojan War അല്ലേ. ഇലിയഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സോ ഇലിയഡ് ഒരു എപ്പിക് പോയം ആണ് അല്ലേ. അതായത് എന്തിനെ ഒരു നമുക്ക് ട്രോജൻ വാറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിക് പോയമാണ് ഇലിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാലഡ്സ് ആണ്. ബാലഡ് ദാറ്റ് ഇസ് പോയം ദാറ്റ് ടെൽസ് സ്റ്റോറീസ് ഇൻ ഷോർട്ട് സ്റ്റാൻസാസ്. സോ ബാലഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റാൻസുകൾ വെച്ചിട്ടായിരിക്കും ബാലഡ്സ് ഉണ്ടായിരിക്കുക. ദെൻ പാരഡൈസ് ലോസ്റ്റ്, എ ലോങ് നരേറ്റീവ് പോയം എബൌട്ട് ദ ഫോൾ ഓഫ് ഹ്യൂമാനിറ്റി. സോ ഒരു നരേറ്റീവ് പോയട്രിക്ക് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ലിറിക് പോയട്രി ആണ്. സോ ലിറിക് പോയട്രി എക്സ്പ്രസസ് പേഴ്സണൽ ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. ഇപ്പോൾ ലിറിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ക്വാളിറ്റിയാണ്, ബ്യൂട്ടിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ലിറിക് പോയട്രി express the personal feelings, thoughts and emotions of a character or emotions of human beings, and it is usually shorter than more musical in style. So ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നരേറ്റീവ് പോയട്രി പറഞ്ഞു, അപ്പോൾ നരേറ്റീവ് പോയട്രി ലോങ് നരേറ്റീവ് പോയംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും ഷോർട്ടാണ് എന്തെന്ന് പറയുന്നത്, ലിറിക് പോയട്രി എന്ന് പറയുന്നത്. പക്ഷേ നരേറ്റീവ് പോയട്രിക്ക് ഇല്ലാത്ത ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി എന്തുണ്ടായിരിക്കും, ലിറിക് പോയട്രിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് എ സ്റ്റോറി ഇറ്റ് ഫോക്കസ് ഓൺ ദ പോയറ്റ്സ് ഇന്നർ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്, ഹീറോയിക് ആയിട്ടുള്ള ആളുകളുടെ എന്താണ് സ്റ്റോറീസ് ആയിരിക്കാം ഒരു പക്ഷേ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റോറീസ് അല്ല നമ്മൾ നരേറ്റ് ചെയ്യുന്നത്, ഇറ്റ്സ് ഫോക്കസസ് ഓൺ ദ ഇന്നർ ഇമോഷൻസ് ഓഫ് എ പേഴ്സൺ അല്ലേ. ഒരു വ്യക്തിയുടെ ഇന്നർ ഇമോഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ സോണറ്റ് എന്താണ് ഒരു ലിറിക് പോയട്രിക്ക് എക്സാമ്പിളാണ്. സോണറ്റ് ദാറ്റ് ഈസ് 14 lines poems expressing love, beauty or other emotions. Then next ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഒരു ലിറിക് പോയട്രിക്ക് എക്സാമ്പിൾ ആണ്. ആൻഡ് ലിറിക്സ് ആൻഡ് എലിജി മോർണിംഗ് എ ഡെത്ത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിജി മോർണിംഗ് ഡെത്ത്. സോ ഡെത്തിനെ കുറിച്ച്, എലിജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് വിലാപകാവ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. സോ ലിറിക് പോയട്രിക്ക് എക്സാമ്പിളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് അനലൈസ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി. സോ ലിറ്ററേച്ചറിന് സൊസൈറ്റിയിൽ ഓരോ ഫങ്ഷൻസുകളുണ്ട്. സോ ആ ഫങ്ഷൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. സോ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആയിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ഇൻ എ സൊസൈറ്റി. സോ സൊസൈറ്റിയിൽ ലിറ്ററേച്ചറിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. സോ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് പീപ്പിൾ എബൌട്ട് ലൈഫ്, ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് സോഷ്യൽ ഇഷ്യൂ. എക്സാമ്പിൾ ആനിമൽ ഫാം ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ കറപ്ഷൻ ഓഫ് ദാറ്റ് പീരിയഡ്. സോ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ആണ്. സോ എഡ്യൂക്കേഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റിയിലുള്ള ആളുകളെ ടീച്ച് ചെയ്യുന്നതായിരിക്കണം ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലേ. സോ ദെൻ നമ്മുടെ ലൈഫിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹിസ്റ്ററി, കൾച്ചർ, ദെൻ സോഷ്യൽ ഇഷ്യൂസ്, ഇതിനെല്ലാം കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ആനിമൽ ഫാം. സോ ആനിമൽ ഫാം ആണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇൻഡിക്കേറ്റ് ദ കറപ്ഷൻ ഓഫ് ദാറ്റ് പീരിയഡ്. സോ ആനിമൽ ഫാം എന്ന് പറയുന്ന ആ ഒരു വർക്ക് എഴുതിയിരുന്ന സമയത്തെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ കറപ്ഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു
വർക്കിൽ പറയുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ ഫങ്ഷൻ ആണ്. സോ കൾച്ചറൽ ഫങ്ഷൻ ഇറ്റ്സ് പ്രിസർവ്സ് ആൻഡ് പാസസ് ഓൺ എ സൊസൈറ്റീസ് ട്രഡീഷൻ, വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ടു ഫ്യൂച്ചർ ജനറേഷൻ. സോ ഒരു കൾച്ചറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? നമ്മുടെ സൊസൈറ്റിയിലെ ട്രഡീഷൻ, നമ്മുടെ വാല്യൂസ്, നമ്മുടെ കൾച്ചറൽ ബിലീഫ്സുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റംസുകൾ, ഇതെല്ലാം ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ലിറ്ററേച്ചറിലൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് കൾച്ചറൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ തിങ്സ് ഫോൾ അപ്പാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിങ്സ് ഫോൾ അപ്പാർട്ട് ഇറ്റ്സ് റിട്ടൺ ബൈ ചിനു അച്ചീബെ. ചിനു അച്ചീബെയാണ് എന്ത് ചെയ്യുന്നത്? തിങ്സ് ഫോൾ അപ്പാർട്ട് എഴുതുന്നത് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നല്ലൊരു നോവലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് പ്രസൻറ്റ് ദ ഇഗ്ബോ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. സോ ആ ഒരു വർക്കിൽ പറയുന്നത് ഇഗ്ബോ കൾച്ചറിനെ കുറിച്ചാണ്. സോ ആ ഇഗ്ബോ കൾച്ചർ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദാറ്റ് വർക്ക് അല്ലേ. ഇപ്പോൾ ആ ഒരു വർക്കിൽ ഇഗ്ബോ കൾച്ചർ പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ആ ഒരു വർക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ ഒരു വർക്ക് നമ്മൾ വായിക്കുമ്പോൾ ആഫ്രിക്കൻസ് മാത്രമല്ല അവരുടെ കൾച്ചറിനെ കുറിച്ച് അറിയുന്നത്, നമ്മളും എന്ത് ചെയ്യുന്നു? അവരുടെ കൾച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത് അവരുടെ ഇഗ്ബോ കൾച്ചറിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഇഗ്ബോ കൾച്ചറിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ലിറ്ററേച്ചറിലൂടെയാണ്. സോ ലിറ്ററേച്ചർ ഹാസ് എ കൾച്ചറൽ ഫങ്ഷൻ ഓൾസോ. ദെൻ നെക്സ്റ്റ് ഇസ് ഐഡിയോളജിക്കൽ ഫങ്ഷൻ. സോ നെക്സ്റ്റ് വരുന്നത് ideological function ആണ്. So what is an ideological function? So literature spreads news, ideas and inspires social or political changes. Example, poems by W.B. Yeats encouraged Irish nationalism. So literature എന്ത് ചെയ്യാറുണ്ട്? പുതിയ പുതിയ ഐഡിയാസുകൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലിറ്ററേച്ചറിന് സാധിക്കാറുണ്ട് അല്ലേ. സോ അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ബിക്കോസ് ലിറ്ററേച്ചർ പ്രസൻറ്റ്സ് ന്യൂ ഐഡിയാസ് ടു ദ സൊസൈറ്റി. ദെൻ ആൻഡ് അതൊരു എക്സാമ്പിളാണ് ഐറിഷ് റൈറ്റർ ആയിട്ടുള്ള W.B. Yeats, ആൻഡ് ഹീ ഈസ് ദ പേഴ്സൺ ഹു എൻകറേജ്ഡ് ഐറിഷ് നാഷണലിസം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ് ലിറ്ററേച്ചർ ഇംപ്രൂവ്സ് വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലിറ്ററേച്ചറിലുള്ള മോറലായിട്ടുള്ള ലെസൺസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മൊറാലിറ്റി മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ആ സ്റ്റോറി ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വി ഗെറ്റ് ന്യൂ വേർഡ്സ് ഫ്രം ഈച്ച് ആൻഡ് എവറി ലിറ്ററേച്ചർ അല്ലേ. ഓരോ ലിറ്ററേച്ചറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ വേർഡ്സുകൾ നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇംപ്രൂവ്സ് അവർ വൊക്കാബുലറി അല്ലേ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രാമർ, നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? ലിറ്ററേച്ചറിലൂടെ സാധിക്കും അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ വി റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് സ്പോക്ക് അല്ലേ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം റീഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് ലിബറേറ്റിംഗ് ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ലിബറേറ്റിംഗ് ഫങ്ഷൻ ദാറ്റ് ലിറ്ററേച്ചർ എക്സ്പോസസ് ജസ്റ്റിസ് ആൻഡ് എൻകറേജസ് പീപ്പിൾ ടു ഫൈറ്റ് ഒപ്രഷൻ. എക്സാമ്പിൾ, അൺടച്ചബിൾസ് ഹൈലൈറ്റ്സ് ദ പ്രോബ്ലം ഓഫ് അൺടച്ചബിലിറ്റി. സോ നെക്സ്റ്റ് ലിബറേറ്റിംഗ് ഫങ്ഷൻ ആണ്. അപ്പോൾ ലിറ്ററേച്ചർ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല അനീതികൾ അല്ലെങ്കിൽ ഇൻജസ്റ്റിസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. സോ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഫൈറ്റ് ഫോർ ദാറ്റ് ഇൻജസ്റ്റിസ് അല്ലേ. വി ഫൈറ്റ് എഗെയിൻസ്റ്റ് ദാറ്റ് ഇൻജസ്റ്റിസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇൻജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു. സോ ലിറ്ററേച്ചർ ഹെൽപ്സ് ദ പീപ്പിൾ ടു ലിബറേറ്റ് അല്ലേ. എന്ത് ചെയ്യുന്നു? ലിറ്ററേച്ചർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ലിബറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ഫങ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ലിറ്ററേച്ചർ ഓൾസോ ഹെൽപ്സ് അസ് ടു ക്രിട്ടിസൈസ് സംതിങ്. സോ ദെൻ എന്തായിരിക്കാം? ചിലപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സോഷ്യൽ പ്രാക്ടീസസുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ റിഫോർമേഷൻസിന് നമ്മൾ എന്ത് ചെയ്യാൻ?
നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ലിറ്ററേച്ചർ ഹാസ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫംഗ്ഷൻ. ആൻ എക്സാമ്പിൾ, അൺആൻസേർഡ് ക്രൈസ്, സിറ്റീസ് ആൻഡ് ഫീമെയിൽ ജെനിറ്റൽ മൾട്ടിലീഷൻസ്. സോ നെക്സ്റ്റ് വരുന്നത് ദ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. സോ മെയിനായിട്ട് നമ്മളൊക്കെ ഒരു കാര്യത്തിനെ, ആർട്ടിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു എൻ്റർടൈൻ അസ് അല്ലേ, നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ്. സോ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇത്രയും ഫങ്ഷൻസുകൾ ചെയ്യുന്നതോടൊപ്പം അല്ലേ, മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ലിറ്ററേച്ചർ ഒരുപാട് ഫങ്ഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ. എഡ്യൂക്കേഷണൽ ഫങ്ഷൻ, ദെൻ കൾച്ചറൽ ഫങ്ഷൻ, ഐഡിയോളജിക്കൽ ഫങ്ഷൻ, ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ, ക്രിട്ടിക്കൽ ഫങ്ഷൻ, ലിബറേറ്റിംഗ് ഫങ്ഷൻ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് one of the most important, that is entertainment function. And literature entertains readers and provides enjoyment and escape from daily life അല്ലേ. സോ നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അത്ര മോശമായിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ എൻ്റർടൈൻമെൻറ്റ് ഫംഗ്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, മെൻ്റൽ സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രഷേഴ്സ് അനുഭവിക്കുന്ന ആളുകളായിരിക്കും. സോ അവിടെ നിന്ന് നമുക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. ചിലവർക്ക് അത് ലിറ്ററേച്ചർ ആയിരിക്കാം, വായിക്കാനായിരിക്കാം ഇഷ്ടം, ചിലർക്ക് വല്ല പെർഫോമിംഗ് ആർട്സുകൾ കാണാനായിരിക്കും ഇഷ്ടം അല്ലേ. സോ എൻ്റർടൈൻമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ എൻ്റർടൈൻ റീഡേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് എൻജോയ്മെൻറ്റ് ആൻഡ് എസ്കേപ്പ് ഫ്രം ഡെയിലി ലൈഫ് അല്ലേ. ഡെയിലി ലൈഫിൻ്റെ സ്ട്രഗിൾസിൽ നിന്നും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, എൻ്റർടൈൻമെൻറ്റ് ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻ എക്സാമ്പിൾ, കുബ്ലാ ഖാൻ. സോ കുബ്ലാ ഖാൻ എന്നുള്ള വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇറ്റ് വാസ് എ പോയം അല്ലേ. സോ കുബ്ലാ ഖാൻ, S.T. കോൾറിഡ്ജിൻ്റെ വർക്കാണ് കുബ്ലാ ഖാൻ എന്ന് പറയുന്നത്. ആൻഡ് കുബ്ലാ ഖാൻ, ത്രൂ ദ പോം കുബ്ലാ ഖാൻ, Coleridge transcends us into a magical world അല്ലേ. ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു മാജിക്കൽ വേൾഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുബ്ലാ ഖാനിലൂടെ S.T. കോൾറിഡ്ജ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എൻ്റർടൈൻമെൻറ്റ് ഫംഗ്ഷൻ. സോ ഇപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ ഹൗ ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ എലിസബത്തൻ പീരിയഡ് ഹാവ് ട്രാൻസ്ഫോർമഡ് ലിറ്റററി തീംസ്. സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് അല്ലേ. സോ എക്സ്പ്ലെയിൻ ഹൗ ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് സച്ച് ആസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ എലിസബത്തൻ പീരിയഡ് ഹാവ് ട്രാൻസ്ഫോർമഡ് ലിറ്റററി തീംസ്. സോ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ വരാണ്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ്. സോ ആ ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെയാണ് എലിസബത്തൻ പീരിയഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരുപാട് ലിറ്റററി തീംസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചർ. സോ ലിറ്ററേച്ചറിനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ എലിസബത്തൻ പീരിയഡിൽ ലിറ്ററേച്ചർ എസ്പെഷ്യലി ഡ്രാമയായിരുന്നു ഏറ്റവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂടുതലായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്ത് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റിയൽ ലൈഫ്സ് അല്ലേ. എന്തായിരുന്നു ആ ഒരു പീരിയഡിൽ എന്തിനായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിയൽ ലൈഫ്സ്, ദാറ്റ് ഈസ് റിയാലിറ്റി, ദെൻ ദ കസ്റ്റംസ് ആൻഡ് പ്രോബ്ലംസ്, ഇതിനൊക്കെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്ലേ റൈറ്റ്സ് ഹാഡ് ദ ഫ്രീഡം ടു പോർട്രേ സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ റിയലിസ്റ്റിക്കലി. സോ ആ ഒരു ടൈമിൽ ആളുകൾക്ക് അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സിന് എന്തുണ്ടായിരുന്നു, അവർക്ക് സൊസൈറ്റിയെ ക്ലിയർ ആയിട്ട് പോർട്രേ ചെയ്യാനും അതുപോലെ റിയാലിറ്റിയോടുകൂടി പോർട്രേ ചെയ്യാനും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബിഹേവിയർ പോർട്രേ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആസ് എ റിസൾട്ട് themes such as love, ambition, power, jealousy and social life become popular. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പീരിയഡിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തീംസുകളായിരുന്നു എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഒന്ന് ലവ് ആണ്, ദെൻ ലവ്, അംബീഷൻ ആൻഡ് പവർ, ജലസി ആൻഡ് സോഷ്യൽ ലൈഫ്, ഇതെല്ലാം ആ ഒരു പീരിയഡിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 1789 ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നത്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ വന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് ലിറ്ററേച്ചറിൽ വരുന്ന പല തീംസുകളെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ്ഡ് ആക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ദീസ്
The French Revolution inspired ideas of freedom, equality and social change. അപ്പോൾ ഒരു ambition, power, jealousy, love എന്നുള്ള തീംസിൽ നിന്നും എങ്ങോട്ടേക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ വന്നപ്പോൾ എങ്ങോട്ടേക്ക് തീംസുകൾ വരാൻ തുടങ്ങി? ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്ലേ റൈറ്റ്സും മറ്റ് റൈറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ചിന്തിക്കാൻ തുടങ്ങി അല്ലേ? ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോൾറിഡ്ജ് റോട്ട് അബൌട്ട് ലിബർട്ടി അല്ലേ? വില്യം വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് ഇവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ലിബർട്ടിയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി ഇവർ. ദെൻ നെക്സ്റ്റ് ആൻഡ് ലിബർട്ടി, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇമോഷൻസ് ആൻഡ് നീഡ് ഫോർ റിഫോം, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഇവർ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ എന്ത് ചെയ്യുന്നു? മാറ്റം വന്നു അല്ലേ? ലവ്, അംബിഷൻ എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും അവർ ഈക്വാലിറ്റി, റൈറ്റ്സ്, ഫ്രീഡം, ഇൻഡിവിജ്വൽ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ ലെവലിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? തീംസുകൾ വന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, literature became a way to express revolutionary ideas and people's hopes for a better society. So ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു ബെറ്റർ സൊസൈറ്റി ലിറ്ററേച്ചറിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. The major historical and political movement transformed literature by introducing new themes അല്ലേ? സോ ലിറ്ററേച്ചറിൽ ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സുകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് തീംസുകളിലും എന്ത് ചെയ്യാൻ തുടങ്ങി? മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആൻഡ് എലിസബത്തൻ പീരിയഡിൽ റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് ലൈഫ് ആയിരുന്നു. ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ വന്നതോടുകൂടി എന്ത് ചെയ്തു? ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ റിഫോം തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സുകൾ ഇവരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ദെൻ സോ അത്രയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ 3 പ്രൈമറി മെത്തേഡ് ഓഫ് ക്ലാസിഫൈങ് ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ, ജോണർ, ടെക്സ്റ്റ് ടൈപ്പ് ആൻഡ് ഡിസ്കോഴ്സ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ദ 3 മെത്തേഡ്സ് ദാറ്റ് ഈസ് ജോണർ, ടെക്സ്റ്റ് ടൈപ്പ് ആൻഡ് ഡിസ്കോഴ്സ് ആൻഡ് ദീസ് ആർ യൂസ്ഡ് ടു ക്ലാസിഫൈ ദ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ബട്ട് ദേ ഫോക്കസ് ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. പക്ഷേ ഇത് മൂന്നും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജോണർ എടുത്ത് നോക്കുക. ജോണർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് റെഫേഴ്സ് ടു എ ലിറ്ററി ഫോം അല്ലേ? ഒരു ട്രഡീഷണൽ ലിറ്ററി ഫോമാണ് ജോണർ എന്ന് പറയുന്നത്. സോ അത് ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ജോണർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്ലാസിഫൈസ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദെയർ ആർട്ടിസ്റ്റിക് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. സോ ഈ ജോണറിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആർട്ടിസ്റ്റിക് സ്ട്രക്ചറിനും അതുപോലെ സ്റ്റൈലിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ എപ്പിക് ആണ് ഫസ്റ്റ് വരുന്നത്. എപ്പിക് എന്ന് പറയുന്നത് ലോങ് നറേറ്റീവ് പോയംസ് ആണ് എപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ അബൌട്ട് ദ ഹീറോസ്. ദെൻ ഡ്രാമയാണ് നെക്സ്റ്റ്. ഡ്രാമ ദാറ്റ് ഈസ് പ്ലേസ് റിട്ടൺ ഫോർ പെർഫോമൻസ് അല്ലേ? സോ ഡ്രാമ ഇസ് നെക്സ്റ്റ് ആൻഡ് പോയട്രി ഇസ് ദ തേർഡ് വൺ. സോ റിതമും ഇമേജറിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ലിറ്ററി ഫോമാണ് എന്തെന്ന് പറയുന്നത്? പോയട്രി എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്താണ്? ജോണേഴ്സുകളാണ്. സോ ജോണേഴ്സ് റീഡേഴ്സിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഒരു ലിറ്ററി വർക്ക്സിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജോണേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പാണ്. സോ എന്താണ് ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോൺ ലിറ്ററി ഓർ ഫങ്ഷണൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നോൺ ലിറ്ററി ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൻ്റെ പർപ്പസിനനുസരിച്ച്, അതായത് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി അല്ല, അതിൻ്റെ പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ, മാനുവൽസ്, അഡ്വർടൈസ്മെൻറ്റ്, സെർമൺസ്, ഒബീച്വറീസ്, സ്കോളർലി ആർട്ടിക്കിൾസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ്? ടെക്സ്റ്റ് ടൈപ്പുകളാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഇൻഫോം ചെയ്യിക്കാനും പെർസുവേഡ് ചെയ്യിക്കാനും ഇൻസ്ട്രക്ട് ചെയ്യിക്കാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ആണ്. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. സോ അതിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? included ആവുന്നുണ്ട്. So it includes any organized use of language whether spoken or written and is often grouped by topic, social context or ideology. സോ ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, അത് റിട്ടൺ ആയിക്കോട്ടെ സ്പോക്കൺ ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫൻ ഗ്രൂപ്പ്ഡ് ബൈ ടോപ്പിക്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്,
social context or ideology. So example പറയുന്നത് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, ജെൻഡർ ഡിസ്കോഴ്സ് ആൻഡ് എക്കണോമിക് ഡിസ്കോഴ്സ്, റിലീജിയസ് ഡിസ്കോഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സുകളുണ്ട് അല്ലേ. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കോണ്ടെക്സ്റ്റിലും നമ്മൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഡിസ്കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഹൗ ലാംഗ്വേജസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്, ഷേപ്സ് ഒപ്പീനിയൻസ് ആൻഡ് റിഫ്ലക്ട് സോഷ്യൽ റിയാലിറ്റീസ്. ഇപ്പോൾ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് അല്ലേ. ലാംഗ്വേജിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. സോ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ വി യൂസ്ഡ് ദ language to communicate ideas, shapes, opinions and social realities. So ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ impact of the Norman conquest on the English language and the salient features of Middle English period. So ഇതിൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ. സോ അതായത് ഇമ്പാക്റ്റ് ഓഫ് നോർമൻ കോൺക്വസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് അല്ലേ. സോ ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചോദിക്കാം, നോർമൻ കോൺക്വസ്റ്റ് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കാം ചോദിക്കുന്നത്, സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. സോ ഇപ്പോൾ ഇതിൽ ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് നോർമൻ കോൺക്വസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുത്തിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം, അല്ലെങ്കിൽ ഈ നോർമൻസ് എന്ന് പറയുന്ന ആരെയാ, ഹു ഈസ് ദ നോർമൻസ്? നോർമൻസ് ആസ് ദ ഫ്രഞ്ച് പീപ്പിൾ. ഫ്രഞ്ചുകാരെയാണ് നമ്മൾ നോർമൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇപ്പോൾ പലർക്കും ഈ ഒരു നോർമൻ എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് നോർമൻ എന്നുള്ളത്. സോ നോർമൻസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരെയാണ് നോർമൻ എന്ന് പറയുന്നത്. സോ ദ നോർമൻ കോൺക്വസ്റ്റ് began when William the Conqueror defeated Harold Godwinson at the Battle of Hastings. So Battle of Hastings, ഹാസ്റ്റിങ്സിലെ എന്താണ് ബാറ്റിൽ ഹാസ്റ്റിങ്സിൽ എന്ത് ചെയ്യുന്നു, വില്യം ദ കോൺകറർ എന്ത് ചെയ്തു, ഹാരോൾഡ് ഗോഡ്വിൻസനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഇംഗ്ലീഷുകാരെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇവൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഇംഗ്ലീഷ് സൊസൈറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. നോർമൻ കോൺക്വസ്റ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫ്രഞ്ച് ബിക്കം ദ ലാംഗ്വേജ് ഓഫ് പവർ എമംഗ് ദ നോബിലിറ്റി. സോ എന്താണ്, സോ French become the language of power. Norman French was used in royal court, government, law and among the nobility. So ഫ്രഞ്ച് ലാംഗ്വേജിനായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് വളരെയധികം പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് ഫ്രഞ്ച് ലാംഗ്വേജ് എവിടെയൊക്കെ യൂസ് ചെയ്തു, ദ ലാംഗ്വേജ് ഓഫ് പവർ അല്ലേ. സോ ഫ്രഞ്ച് റോയൽ കോർട്ടിൽ ഫ്രഞ്ച് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഗവൺമെൻറ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആയിരുന്നു. ദെൻ ലോ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ചാണ്. ദെൻ നൊബിലിറ്റി അല്ലേ, അതായത് നോബിളായിട്ടുള്ള ഈ പ്രീസ്റ്റ് ഇവരെല്ലാം യൂസ് ചെയ്യുന്നത് എന്ത് ലാംഗ്വേജായി മാറി, ഫ്രഞ്ച് ലാംഗ്വേജായി മാറി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, English lost its status as the official language for a long period. So ഇംഗ്ലീഷ് എന്ത് ചെയ്തു, ഇംഗ്ലീഷിന് ഒരു സ്റ്റാറ്റസ് അല്ലേ, അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ഇവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്. ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ്, ഡിക്ലൈൻ ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്, റിട്ടൺ ഇംഗ്ലീഷ് ബിക്കം ലെസ് കോമൺ. സോ ഓൾഡ് ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ലെസ് കോമൺ ആയിരുന്നു. സോ അത്രയും എന്ത് ചെയ്തില്ല, ആളുകൾ യൂസ് ചെയ്തില്ല. അതിന് പകരമായിട്ട് ഫ്രഞ്ച് ആയിരുന്നു ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ കണക്ഷൻ വിത്ത് ട്രഡീഷണൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് വീക്കൻഡ്. സോ അത് മാത്രമല്ല, ഓൾഡ് ഇംഗ്ലീഷും ലിറ്ററേച്ചറും തമ്മിലുള്ള
ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ലാംഗ്വേജും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, തൗസൻഡ്സ് ഓഫ് ഫ്രഞ്ച് വേർഡ്സ് എൻറ്റേർഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലോട്ട് ലോൺ വേർഡ്സുകൾ വന്നു, അതായത് ഫ്രഞ്ചിൽ നിന്നും ലോൺ വേർഡ്സുകൾ എടുത്തു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഫ്രഞ്ചിൽ നിന്ന് ഒരുപാട് വേർഡ്സുകൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷിലോട്ട് എടുത്തു എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇൻ ലോ, ഗവൺമെൻറ്, റിലീജിയൻ, ഫാഷൻ ആൻഡ് കൾച്ചർ. സോ എസ്പെഷ്യലി എവിടെയാണ്, ലോ, ഗവൺമെൻറ്, റിലീജിയൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്രഞ്ച് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ എക്സാമ്പിൾ, കോർട്ട്, ജഡ്ജ്, ഗവൺമെൻറ്, ബ്യൂട്ടി, ഫാഷൻ, പാർലമെൻറ്റ്, ഇംഗ്ലീഷ്. The mixing of English and French gradually produced a new form of English known as Middle English, which was closer to the language spoken today. So actually ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് നിലനിൽക്കുന്ന ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, എന്ത് വരുന്നത്, ഫ്രഞ്ചുകാരുടെ ഇൻവെൻഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്താണ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് വരുന്നത്. പിന്നീട് ആ ഫ്രഞ്ച് ഇൻഫ്ലുവൻസിൽ എന്ത് ചെയ്യാണ്, പുതിയൊരു ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മിക്സ്ഡ് ഇംഗ്ലീഷ് വന്നു, ദാറ്റ് ഈസ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷുമായിട്ടും കുറച്ച് എന്താണ് കോമൺ ആയിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലോസർ ആണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്. സോ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് ആണ്. സോ ദ ലണ്ടൻ ഡയലക്ട് ബിക്കം ദ ഡോമിനൻറ്റ് ലിറ്റററി ഫോം ഓഫ് ഇംഗ്ലീഷ്. സോ ഈ ഒരു സാലിയൻ ഫീച്ചേഴ്സിൽ ഇംഗ്ലീഷ് എന്ത് ചെയ്തു, ഒന്നും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. അതായത് അവർ യൂസ് ചെയ്യുന്നത് ഡയലക്റ്റ് എന്തായിരുന്നു, ലണ്ടൻ ഡയലക്റ്റ് ആയിരുന്നു ഡോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡിൽ ഇംഗ്ലീഷ് ആയപ്പോഴേക്കും. ആൻഡ് എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലേ, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം എന്ത് ചെയ്തു, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് ഗ്രാമർ. സിംപ്ലിഫൈഡ് ഗ്രാമർ ആണ് നെക്സ്റ്റ് സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾഡ് ഇംഗ്ലീഷ് ഹാഡ് മെനി കോംപ്ലക്സ് ഇൻഫ്ലക്ഷൻസ്. ദാറ്റ് ഈസ് during the Middle English period, these endings were greatly reduced. Word order become more important for conveying meaning. So ഓൾഡ് ഇംഗ്ലീഷ് എടുത്ത് നോക്കാം, അവിടെ വളരെയധികം ഗ്രാമർ എല്ലാം വളരെയധികം എന്തായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വേർഡ്സുകൾ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ മിഡിൽ ഇംഗ്ലീഷ് ആയപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു പീരിയഡിൽ കുറച്ചും കൂടെ എന്ത് ചെയ്തു, ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ഗ്രാമർ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് എന്താ പറയുക, സിംപ്ലിഫൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. മിഡിൽ ഇംഗ്ലീഷ് ആയപ്പോഴേക്കും ഗ്രാമർ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ തുടങ്ങി. ആൻഡ് വേർഡ് ഓർഡർ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ കൺവേയിങ് മീനിങ് അല്ലേ. മീനിങ് കൺവേ ചെയ്യുന്നത് എന്തിലൂടെയായിരുന്നു, വേർഡിൻ്റെ ഓർഡേഴ്സിലൂടെ ആയിരുന്നു. അതായത് ആ ഒരു ഓൾഡ് ഇംഗ്ലീഷിൽ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, കോംപ്ലക്സ്ഡ് ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്തു, റെഡ്യൂസ് വന്നു എന്നുള്ളത് ആ ഒരു കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് അഡോപ്ഷൻ ഓഫ് ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ വേർഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. So English vocabulary expanded significantly through borrowing from French and Latin. So ഇംഗ്ലീഷിലോട്ട് ഫ്രഞ്ചിൽ നിന്നും ലാറ്റിനിലോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൽ നിന്നുള്ള വേർഡ്സുകളെല്ലാം എടുക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് എൻറിച്ച്മെൻറ്റ് മെയ്ഡ് ദ ലാംഗ്വേജ് മോർ എക്സ്പ്രസീവ് ആൻഡ് ഫ്ലെക്സിബിൾ. സോ ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് എടുത്തപ്പോൾ അത് കുറച്ചും കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും കൂടെ എന്ത് ചെയ്യായി, എക്സ്പ്രസീവായി, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്ലെക്സിബിളായി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് ചേഞ്ച് ഇൻ ലിറ്റററി തീംസ് ആണ് വരുന്നത്. സോ ലിറ്ററേച്ചർ മൂവ്ഡ് അവേ ഫ്രം ദ ഹീറോയിക് തീംസ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് വർക്ക്സ് സച്ച് ആസ് ബിയോവുൾഫ്. സോ ബിയോവുൾഫ് ഒക്കെ ഓൾഡ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള വർക്കാണ്. അപ്പോൾ ആ ഒരു വർക്കിൽ നിന്നുള്ള തീംസുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആൻഡ് റൈറ്റേഴ്സ് ഇൻക്രീസിംഗ്ലി ഫോക്കസ്ഡ് ഓൺ കോർട്ട്ലി ലവ്. സോ റൈറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ചില ടോപ്പിക്സുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒന്ന് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നെക്സ്റ്റ് റൊമാൻസ്, കോർട്ട്ലി ലവ്, ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് പ്രിൻറ്റിംഗ് ആണ്. ഇനി പ്രിൻറ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നെക്സ്റ്റ് ഒരു ഫീച്ചർ വരുന്നത്. ദാറ്റ് ഈസ് പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത് ആരാണ്, വില്യം കാക്സ്റ്റൺ ആണ്. അപ്പോൾ അതൊരു ചിലപ്പോൾ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യന്
ഉണ്ടെങ്കിൽ എന്തായിരിക്കാം 1 മാർക്കിന് ചോദിക്കാം അല്ലേ. പ്രിൻറ്റിംഗ് പ്രസ് ആരാണ് ഇൻവെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? ദാറ്റ് ഇസ് വില്യം കാക്സ്റ്റൺ അല്ലേ. സോ വില്യം കാക്സ്റ്റൺ ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രിൻറ്റിംഗ് പ്രസ് ടു ഇംഗ്ലണ്ട്. സോ ഇംഗ്ലണ്ടിലോട്ട് പ്രിൻറ്റിംഗ് പ്രസ് എന്ത് ചെയ്യാണ്? കൊണ്ടുവന്നത് ആരായിരുന്നു? ഇംഗ്ലണ്ടിൽ കേട്ടോ. പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവന്നത് വില്യം കാക്സ്റ്റൺ ആയിരുന്നു. ആൻഡ് ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി എന്ത് ചെയ്തു? സ്പെല്ലിങ്ങൾ യൂണിഫോം ആവാൻ തുടങ്ങി. ഇപ്പോൾ പലരും പല രീതിയിലുള്ള സ്പെല്ലിങ് യൂസ് ചെയ്യുന്നിടത്തിൽ നിന്നും സ്പെല്ലിങ്ങിൽ ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഹെൽപ്പ് സ്റ്റാൻഡേർഡൈസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. ഒന്നുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി നമ്മളെല്ലാം എന്ത് ചെയ്യാണ്? അച്ചടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഡിക്ഷണറികൾ വരാൻ തുടങ്ങി. സോ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് വന്നപ്പോൾ ഡിക്ഷണറി വരാൻ തുടങ്ങി. ഡിക്ഷണറി വന്നതോടുകൂടി ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? സ്പെല്ലിങ് വരേണ്ടത്, പ്രൊനൗൺസിയേഷൻ വരേണ്ടത് എന്നൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അത് പിന്നീട് അങ്ങോട്ട് ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി എല്ലാത്തിലും ഗ്രാമറിൽ, ദെൻ പ്രൊനൗൺസിയേഷനിൽ, സ്പെല്ലിങ്ങിൽ എല്ലാത്തിലും എന്ത് ചെയ്തു? ഒരു യൂണിഫോമിറ്റി വന്നു എന്നുള്ളത്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് trace the evolution of Middle English drama from its religious origin to the morality, please. So the evolution of Middle English drama അല്ലേ. സോ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് നമുക്കറിയാം medieval ക്രിസ്ത്യൻ ചേർച്ചുകളിൽ നിന്നാണ് മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമകൾ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. സോ അതിൻ്റെ in its earlier form, dramatic performance were part of religious service and were written in Latin. So ആ ഒരു പീരിയഡിൽ most of the religious drama were written in Latin language. Latin languageലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. And presents cleric enacted scenes from the Bible to help largely illiterate congregation understand ക്രിസ്ത്യൻ ടീച്ചിങ്സ്. സോ അപ്പോൾ ഇവരെന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ ബൈബിളിൽ നിന്നൊക്കെയുള്ള ചില സ്റ്റോറീസുകളൊക്കെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തിനു വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ബൈബിളിലെ ടീച്ചിങ്സുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവർ ബൈബിളിലുള്ള സ്റ്റോറീസൊക്കെയാണ് ഇവർ എന്ത് ചെയ്തത്? ഇമിറ്റേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡ്രാമയിലൂടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ദെൻ ആസ് ഡ്രാമ became more popular, it gradually moved outside the church and was performed in the vernacular. സോ എന്ത് ചെയ്യാണ്? ഗ്രാജുവലി ഡ്രാമയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സോ എന്ത് ചെയ്യാൻ തുടങ്ങി? വെർനാക്കുലർ ലാംഗ്വേജിൽ ഡ്രാമകൾ വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് വെർനാക്കുലർ ലാംഗ്വേജ് ഇസ് ഹിയർ ദ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷാണ് അവിടുത്തെ പ്രാദേശിക ഭാഷ. ഈ ലാറ്റിൻ, ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യാണ്? അവിടെ നിന്നേക്ക് വന്നിട്ടുള്ള ഭാഷകളും ഫോറിൻ ലാംഗ്വേജസുകളാണ്. സോ ദിസ് ട്രാൻസിഷൻ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് 3 മേജർ ഡ്രാമാറ്റിക് ഫോംസ്. അങ്ങനെ വെർനാക്കുലർ ഇംഗ്ലീഷിലുള്ള ഡ്രാമകൾ വന്നതോടുകൂടി അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിഫറൻസ് ആയിട്ടുള്ള 3 മേജർ ഡ്രാമാറ്റിക് ഫോംസുകളാണ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് വൺ ഇസ് മിസ്റ്ററി പ്ലേസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്ററി പ്ലേസ് ആണ്. സോ മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പ്ലേസ് ഡ്രമാറ്റൈസ്ഡ് ഈവൻറ്റ്സ് ഫ്രം ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ് സച്ച് ആസ് ദ ക്രിയേഷൻ, ആർക്സ് ആൻഡ് ദ ക്രൂസിഫിക്കേഷൻ ആൻഡ് ദ റിസറക്ഷൻ. സോ അപ്പോൾ ഈ ഒരു ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്സുകളിൽ നിന്നുള്ള ഈവൻസുകളായിരുന്നു എന്തിലുണ്ടായിരുന്നത്? മിസ്റ്ററി പ്ലേസുകളിൽ ഉണ്ടായിരുന്നത്. സോ അവിടെ എന്തൊക്കെയെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്? ഒന്ന് നോക്സ് ആർക്ക്, ദെൻ ക്രൂസിഫിക്കേഷൻ, ദാറ്റ് ഇസ് ക്രൈസ്റ്റ് ക്രൂസിഫിക്കേഷൻ ആൻഡ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ദസ് വെർ ഓഫൺ ഓർഗനൈസ്ഡ് ആൻഡ് പെർഫോമഡ് ബൈ മെർച്ചൻ്റ് ഗിൽഡ്സ് ഡ്യൂറിങ് റിലീജിയസ് ഫെസ്റ്റിവൽസ്. അപ്പം ഇനി ഈ സ്റ്റോറീസ് എപ്പോഴാണ് പറയുന്നത്? അതായത് ഈ ഒരു ഫെസ്റ്റിവൽസിൻ്റെ സമയത്ത്, റിലീജിയസ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡ്രാമകളെല്ലാം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. Then mystery plays combine religious instruction with entertainment, and a famous example is the play The Second Shepherd's Play, and which skillfully blended biblical themes with humor and satire. സോ മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സാമ്പിൾ പറഞ്ഞു എന്താണ്? ദ സെക്കൻഡ് ഷെഫേർഡ്സ് പ്ലേ, ദെൻ
നെക്സ്റ്റ് വരുന്നത് മിറാക്കിൾ പ്ലേസ് ആണ്. സോ മിറാക്കിൾ പ്ലേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ലൈഫ്സ് ആൻഡ് മിറാക്കിൾസ് ആൻഡ് മാർട്ടിഡം ഓഫ് സെയിൻറ്റ്സ് റാദർ ദാൻ ബിബ്ലിക്കൽ ഇവൻറ്റ്സ്. സോ ബിബ്ലിക്കൽ ഇവൻറ്റ്സുകളെല്ലാം മിറാക്കിൾ പ്ലേസുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിറാക്കിൾ പ്ലേസ് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു മാർട്ടിഡം, അതായത് സെയിൻസുകളുടെ എന്താണ് മാർട്ടിഡം, അവരുടെ മിറാക്കിൾസ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പോപ്പുലർ സബ്ജക്ട്സുകൾ ഏതൊക്കെയായിരുന്നു? സെയിൻസ് സച്ച് ആസ് സെയിൻറ്റ് നിക്കോളാസ് ആൻഡ് ദ വിർജിൻ മേരി. സോ ഇവരൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു പ്ലേസിൽ ഓഫോൺ എന്തായിരുന്നു, സൂപ്പർ നാച്ചുറൽ ഈവൻറ്റ്സുകളും സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സുകളും ഡിവൈൻ ഇൻ്റർവെൻഷൻസുകളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് കോമൺലി എന്തായിരുന്നു, commonly employed the technique of deus ex machina, where a divine power intervenes to resolve the story's conflict. സോ അവിടെ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റോറിയിലെ കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വരും, ഒരു ഡിവൈൻ പവർ വരുന്നതായിരിക്കും. നെക്സ്റ്റ് മൊറാലിറ്റി പ്ലേസ് ആണ്. മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് ഡ്രാമകൾ ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഒരു ഭാഗമാണ് മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഡ്രാമയിലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു അതൊരു മൊറാലിറ്റി പ്ലേയിലോട്ട് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് റീടെല്ലിംഗ് ബിബ്ലിക്കൽ സ്റ്റോറീസ് ദേ ഫോക്കസ്ഡ് ഓൺ ദ മോറൽ ആൻഡ് സ്പിരിച്വൽ സ്ട്രഗിൾസ് ഓഫ് ഓർഡിനറി ഹ്യൂമൻ ബീങ്സ്, അല്ലേ. അതായത് എന്താണ്, ബൈബിളിലെയും മറ്റ് സ്റ്റോറീസുകളെല്ലാം റീടെല്ല് ചെയ്യാതെ എന്ത് ചെയ്യുക, ഓർഡിനറി ഹ്യൂമൻ ബീങ്സിൻ്റെ സ്റ്റോറീസുകൾ അല്ലെങ്കിൽ ഒരു മോറൽ സ്പിരിച്വൽ സ്ട്രഗിൾസുകളുള്ള സ്റ്റോറീസുകൾ, ഹ്യൂമൻ ലൈഫിൽ നടക്കുന്ന സ്റ്റോറീസുകളെ കുറിച്ച് പറയുന്നതായിരുന്നു മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്നത്. ആൻഡ് പല ക്യാരക്ടേഴ്സും എന്തായിരിക്കും, അലിഗറിക്കൽ ഫിഗേഴ്സ് ആയിരിക്കും. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റ് ദ വൈസ് ആൻഡ് വെർച്യൂ തിങ്സ് ആൻഡ് good deeds, knowledge, pride and greed, everything is presented in a morality play, അല്ലേ. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊറാലിറ്റി പ്ലേയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ദെൻ ദ പർപ്പസ് വാസ് ടു ടീച്ച് മോറൽ ലെസൺസ്, അല്ലേ. എന്താണ് മൊറാലിറ്റി പ്ലേയുടെയും ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ടു ടീച്ച് ദ മോറൽ ലെസൺസ് ടീച്ച് ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് മൊറാലിറ്റി പ്ലേ ഇസ് എവ്രി മാൻ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എന്താണ്, എവ്രി മാൻ. ആൻഡ് ഇൻ ദിസ് പ്ലേ എവ്രി മാൻ സിംബലൈസ് ഓൾ ഹ്യൂമാനിറ്റി ആൻഡ് ഇസ് summoned by death to account for his life before God. And through his journey the audience learns that only God deeds accompany a person after death, അല്ലേ. സോ ഇപ്പോൾ ഈ ഒരു പ്ലേ എവ്രി മാൻ എന്ന് പറയുന്ന പ്ലേയിൽ ഹ്യൂമാനിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻറ്റർ ചെയ്ത് പറയുന്നത്. സിംബലൈസ് ദ ഹോൾ ഹ്യൂമാനിറ്റി, എല്ലാ ഹ്യൂമാനിറ്റിയെയും സെൻറ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഹ്യൂമാനിറ്റിയെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് എവ്രി മാൻ എന്നുള്ള പ്ലേ എഴുതിയിട്ടുള്ളത്. Then next question, compare and contrast the metaphysical and the Cavalier school of poetry that emerged during the Caroline age. So next എന്താണ്, മെറ്റാഫിസിക്കലും കവലിയർ സ്കൂൾ ഓഫ് പോയട്രിയും തമ്മിലുള്ള എന്താണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കവിടെ സിമിലാരിറ്റീസും പറയണം, ഡിഫറൻഷ്യേറ്റും നമ്മൾ എന്ത് ചെയ്യണം, പറയണം എന്നുള്ളതാണ്. ദെൻ കരോലിൻ ഏജ് എന്ന് പറയുന്നത് 1625 to 1649 വരെയാണ് എന്ത് ചെയ്യുന്നത്, കരോലിൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരിയഡിൽ ആരായിരുന്നു, കിങ് ചാൾസ് I ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹി വിറ്റ്നസ്ഡ് ദ എമർജൻസ് ഓഫ് 2 ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് പീരിയഡ്സ്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് സ്കൂൾസുകളാണ് ആ ഒരു പീരിയഡിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയട്രിയാണ്, നെക്സ്റ്റ് കവലിയർ പോയട്രിയാണ്. സോ രണ്ടും ഒരേ ഏജിൽ അല്ലെങ്കിൽ ഒരേ പീരിയഡിൽ വന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലിലും തീംസിലും ഔട്ട്ലുക്കിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡിഫറൻഷ്യേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി മൂവ് ഓൺ ടു ദ മെറ്റാഫിസിക്കൽ പോയട്രി. ആദ്യം നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രിയാണ് പറയുന്നത്. സോ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് were highly intellectual and used words. സോ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പോയംസുകളായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. ആൻഡ് ദേ യൂസ്ഡ് വിത്ത് പാരഡോക്സ്, ഐറണി ആൻഡ് സെലിബ്രേറ്റ് ദ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്. അവരെന്ത് ഉപയോഗിക്കാറുണ്ട്, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സുകൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ. അവരുടെ പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ലവ്, റിലീജിയൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, പറയുന്നുണ്ടാവുക.
Then the poem often resembles logical arguments and require careful thought from the reader. So ഈ ഒരു പോയം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും എന്താണ് തോട്ട്സുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൺ ഡണ്ണിൻ്റെ പോയട്രികൾ എടുക്കാം. സോ ജോൺ ഡൺ എന്ന് പറയുന്നത് ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ്. സോ അതിൽ ആ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോയം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പോയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോമ്പസിനെ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. കോമ്പസ് എന്തുമായിട്ട് കമ്പാരിസൺ നടത്തുകയാണ്, കോമ്പസ് ലവേഴ്സിനെയാണ് ഒരു കോമ്പസുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ലവേഴ്സിനെ എന്ത് ചെയ്യാറില്ല, കോമ്പസുമായിട്ട് കമ്പയർ ചെയ്യാറില്ല അല്ലേ. സോ പക്ഷേ ഇവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു കോമ്പസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ഓരോ തിങ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് Cavalier poetry ആണ് നെക്സ്റ്റ് വരുന്നത്. Then Cavalier poets were supported of King Charles I and celebrated the pleasure of life. So ഇനി Cavalier poetry എന്തിനെ കുറിച്ചാണ് പറയുന്നത്, pleasure of life. And their poetry is marked by clarity, elegance and spontaneity. ഇനി കാവലിയർ പോയറ്റ്സിൻ്റെ പോയട്രികൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവും അവരുടെ പോയത്തിന്, അതുപോലെ തന്നെ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ദേ ഫ്രീക്വൻ്റ്ലി wrote about love, beauty, wine, friendship and the feelings of fleeting nature of youth. സോ ഇനി അവരെന്തിനൊക്കെ കുറിച്ചാണ് എഴുതുന്നത്, എന്തൊക്കെ തീംസുകളാണ് അവർ എഴുതുന്നത്. സോ ലവ്, ബ്യൂട്ടി, വൈൻ, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് യൂത്ത്, ഇതിനെയൊക്കെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ എഴുതുന്നത് എന്നുള്ളത്. ദെൻ എക്സാമ്പിൾ റോബർട്ട് ഹെൻറിക്സ് പോയം ടു ദ വിർജിൻ, ദെൻ ടു മേക്ക് മച്ച് ഓഫ് ടൈം. സോ ഇത് എന്താണ്, ഈ ഒരു കവലിയർ പോയറ്റ്സിന് എക്സാമ്പിളാണ്. ദെൻ that encourages the people to enjoy life while they are young, expressing the carpe diem spirit. So actually ഈ ഒരു പോയട്രിയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് ചെയ്യാനാണ് പറയുന്നത്, നമ്മൾ യൂത്ത് ആയിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ യൂത്ത് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ യൂത്ത് ആയിരിക്കുമ്പോൾ തന്നെ, യങ് ആയിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ പോയട്രി എന്ത് ചെയ്യാം, യങ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലൈഫിനെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ തീം ഓഫ് കാർപെ ഡിയം. സോ ഇവിടെ കാർപെ ഡിയം എന്നുള്ള കോൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് സീസ് ദ മൊമെൻറ്റ് ആൻഡ് എൻജോയ് ദ പ്രസൻറ്റ് അല്ലേ. സോ എന്ത് ചെയ്യുക, നമ്മൾ കിട്ടുന്ന മൊമെൻറ്റ്, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ നമ്മൾ എൻജോയബിൾ ആയിട്ട് വെക്കുക എന്നുള്ളത്, നമ്മൾ അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അതോടൊപ്പം ആ ഒരു പ്രസൻറ്റിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Then the next question is, discuss the influence of Renaissance in English literature. So English literature-ൽ Renaissance-ന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ റിനസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിനസൻസ് മീനിങ് ഇസ് റീബേർത്ത്. സോ റിനസൻസിൻ്റെ മീനിങ് റീബേർത്ത് എന്നുള്ള. സോ അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റിനസൻസിൻ്റെ മീനിങ് കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇതൊരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, മിഡീവൽ ഏജിൽ നിന്നും മോഡേൺ ഏജിലോട്ടുള്ള ഒരു ട്രാൻസിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിനസൻസ് പീരിയഡിനെ നമുക്ക് കാണാം. ആൻഡ് ഇൻ ഇംഗ്ലണ്ട് ഇറ്റ് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് 15th and 16th centuries. ഇംഗ്ലണ്ടിലെ 15th and 16th centuriesലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിനസൻസ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഈവൻ ആ ഒരു റെവല്യൂഷണറി ചേഞ്ച് നമുക്ക് എവിടെയൊക്കെ കാണാം, ലിറ്ററേച്ചറിലും ആളുകളുടെ തോട്ട്സിലും സൊസൈറ്റിയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ റിനസൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് റൈസ് ഓഫ് ഹ്യൂമനിസം തന്നെയായിരുന്നു. ആൻഡ് ദിസ് വാസ് എ സെൻട്രൽ ഫിലോസഫി ഇൻ Renaissance period, and which shifted attention from God-centered medieval thinking to man-centered thinking. So medieval thinking എന്ന് പറയുന്നത് എന്തായിരുന്നു, God-centered ആയിരുന്നു. സോ അവിടെ നിന്ന് ഹ്യൂമൻ-centered ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലോട്ട് മാറ്റങ്ങൾ വരികയും ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ ലോജിക്കിനും പൊട്ടൻഷ്യലിനും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ബ്ലൈൻഡായിട്ട് ഫെയ്ത്തിനെ മാത്രം വിശ്വസിക്കാതെ എന്ത് ചെയ്യാം, അവർ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും പൊട്ടൻഷ്യലിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ആസ് എ റിസൾട്ട് റൈറ്റേഴ്സ് എക്സ്പ്ലോർ ഹ്യൂമൻ ഇമോഷൻസ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ഇമോഷൻസ്, അംബീഷൻസ്, ഇൻ്റലക്ട്, ഇതിലെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്ലോർ
ചെയ്യാൻ തുടങ്ങി. ആൻഡ് റിനസൻസ് ലിറ്ററേച്ചർ സെലിബ്രേറ്റ്സ് ദ ഐഡൽ റിനസൻസ് മാൻ. സോ റിനസൻസ് ലിറ്ററേച്ചർ എന്ത് സെലിബ്രേറ്റ് ചെയ്തു? ഐഡൽ Renaissance man. So that means a person skilled in many fields, അല്ലേ? സോ എന്താണ് Renaissance man എന്ന് പറഞ്ഞാൽ? A person who skilled in many worlds or in many fields, അല്ലേ? ഒരുപാട് മേഖലകളിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്തെന്ന് പറയുന്നത്? ഒരു റിനസൻസ് മാൻ എന്ന് പറയുന്നത്. സോ ഹി വാസ് സ്കിൽഫുൾ ഇൻ മെനി ഫീൽഡ്സ്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഹാംലെറ്റ് ഇൻ ഷേക്സ്പിയേഴ്സ്. ഹാംലെറ്റ് പ്രൈസ്ഡ് ഫോർ ബീയിങ് നോബിൾ ഇൻ റീസൺ ആൻഡ് ഇൻഫിനിറ്റ് ഇൻ എബിലിറ്റി. സോ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹാംലെറ്റിൽ നമ്മൾ ഹാംലെറ്റ് എന്നുള്ള ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ വി പ്രൈസ്ഡ് ഫോർ നോബിൾ ഫോർ ഇൻ റീസൺ, അല്ലേ? വളരെയധികം നോബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു, വളരെയധികം റീസണബിൾ ആയിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? ആൻഡ് ഹി ഹാസ് ആൻ ഇൻഫിനിറ്റ് ഇൻ എബിലിറ്റി. സോ നെക്സ്റ്റ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ്. ദാറ്റ് വാസ് റിട്ടൺ ബൈ ക്രിസ്റ്റഫർ Marlowe, and whose Dr. Faustus symbolizes the Renaissance thirst for knowledge. So Dr. Faustus എന്നുള്ള ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ റിനസൻസിലുള്ള ഒരു പെക്യുലാരിറ്റി ആയിരുന്നു. എ പേഴ്സൺ ഹൂ സ്ട്രൈവ് ടു get knowledge. So that we can see through the character Dr. Faustus by Christopher Marlowe. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് ആണ്. സോ റിനസൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? പ്രിൻറ്റിംഗ് പ്രസ് വന്നു എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. സോ വില്യം കാക്സ്റ്റൺ എന്ത് ചെയ്യാണ്? പ്രിൻറ്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ 1475 എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് റിനസൻസ് ഐഡിയോളജീസുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വൈഡർ സർക്കുലേഷൻ ഓഫ് ബുക്സ് ഇൻക്രീസ്ഡ് literacy, easy access to classical Greek and Roman works, growth of literature in English rather than Latin. This helped literature research ordinary people and encourage writers to use the vernacular language. So ഇങ്ങനെ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ബുക്സുകൾ ഇൻക്രീസ് ആവുകയും ലിറ്ററസി എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി. അതുപോലെ തന്നെ ഗ്രീക്ക് ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾക്ക് അവർക്ക് ആക്സസിബിൾ ആവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ എന്താണ്? ലാറ്റിനിൽ മാത്രം കിട്ടിയിരുന്ന ഗ്രീക്ക് ആൻഡ് ക്ലാസിക്കൽ വർക്ക്സുകൾ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കിട്ടാൻ തുടങ്ങി. ആൻഡ് ദിസ് ഹെൽപ്ഡ് റീഡേഴ്സ് റീച്ച് ഓർഡിനറി പീപ്പിൾ ആൻഡ് എൻകറേജ് റൈറ്റേഴ്സ് ടു യൂസ് ദ വെർനാക്കുലർ ലാംഗ്വേജ്. ഇത് ആളുകളിൽ അവരെ വെർനാക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? പ്രേരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പോയട്രി. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പോയട്രി ആണ്. സോ ദ റെനസൻസ് ബോട്ട് ന്യൂ പോയറ്റിക് ഫോംസ് ആൻഡ് സ്റ്റൈൽസ് ആൻഡ് സർ തോമസ് യാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ സോണറ്റ് ടു ഇംഗ്ലണ്ട്. ദ ഏർൾ ഓഫ് സറേ ഡിഫൈൻഡ് ദ സോണറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് blank verse. Edmund Spenser created the Spenserian stanza. The sonnet became the most popular poetic form of the age, dealing with themes of love, beauty and human experience. So next എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പോയട്രി ആണ്. പോയട്രി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ പുതിയ പോയറ്റിക് ഫോംസുകളും സ്റ്റൈൽസുകളും വരാൻ തുടങ്ങി. സർ തോമസ് യാർഡ് എന്ത് ചെയ്തു? സോണറ്റിനെ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലോട്ട് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഏർൾ ഓഫ് സറേ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? സോണറ്റിനെ ബ്ലാങ്ക് വേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ എഡ്മണ്ട് സ്പെൻസറിയൻ സ്റ്റാൻസകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സോണറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു ഏജിലുള്ള ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു പോയറ്റിക് ഫോം ആയിട്ട് മാറാൻ തുടങ്ങി. ആൻഡ് ഡീലിംഗ് വിത്ത് തീംസ് ഓഫ് ലവ്, ബ്യൂട്ടി ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള തീംസുകളായിരുന്നു. നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് ഡ്രാമയാണ് നെക്സ്റ്റ് വരുന്നത്. ഡ്രാമ എന്ന് പറയുന്നത് ലിറ്റററി ജോണറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡ്രാമ എന്ന് പറയുന്നത് റിനസൻസ് പീരിയഡിൽ. സോ യൂണിവേഴ്സിറ്റി വിറ്റ്സുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ എൻറിച്ചഡ് ഇംഗ്ലീഷ് ഡ്രാമ വിത്ത് ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ്. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? യൂണിവേഴ്സിറ്റി വിറ്റ്സുകളെ കുറിച്ചൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എൻറിച്ചഡ് ഇംഗ്ലീഷ് ഡ്രാമ വിത്ത് ക്ലാസിക്കൽ ഇൻഫ്ലുവൻസസ്. സോ യൂണിവേഴ്സിറ്റി
വിറ്റ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഡ്രാമയെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്, എൻറിച്ച് ചെയ്യുന്നത്. ദെൻ വില്യം ഷേക്സ്പിയർ പെർഫെക്റ്റഡ് ബോത്ത് ട്രാജഡി ആൻഡ് കോമഡി ആൻഡ് ബിക്കം ദ ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റ് ഓഫ് ദ പീരിയഡ്. സോ റിനസൻസ് പീരിയഡിൽ വില്യം ഷേക്സ്പിയർ ആണ് എന്ത് ചെയ്യുന്നത്, ട്രാജഡിയെയും കോമഡിയെയും ഷേപ്പ് ചെയ്യുന്നത്, അല്ലെ, ഒരു നല്ലൊരു ലിറ്റററി ഫോമായിട്ട് കൊണ്ടുവരുന്നത്. സോ ആൻഡ് ഹി വാസ് നോൺ ആസ് ദ ഗ്രേറ്റ് playwright of that period, or the Renaissance and Elizabethan period. And during that period, the plays explore the human nature, ambition and love, power and morality. Then expansion of prose writing. Next, expansion of prose writing ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ റെനസൻസ് ഓൾസോ എൻകറേജഡ് പ്രോസ് ലിറ്ററേച്ചർ. സോ റെനസൻസ് വന്നതോടുകൂടി പ്രോസ് ലിറ്ററേച്ചർ കൂടുതലായിട്ട് പോപ്പുലർ ആവാൻ തുടങ്ങി. ഫ്രാൻസിസ് ബേക്കൺ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് എസ്സേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലേ. സർ തോമസ് മൂർ എന്ത് ചെയ്യാണ്, ഹ്യൂമനിസ്റ്റിക് ഐഡിയാസ് ഇൻ ഉട്ടോപ്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്താണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വാസ് എൻ ഐഡിയൽ സൊസൈറ്റി, അല്ലേ. അപ്പോൾ എന്താണ്, ഒരു മാർക്കിനൊരു ചോദ്യം വരികയാണ്, വാട്ട് ഈസ് എൻ ഉട്ടോപ്യ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഉട്ടോപ്യ. ഉട്ടോപ്യ ഈസ് എൻ ഐഡിയൽ സൊസൈറ്റി ക്രിയേറ്റഡ് ബൈ ഹൂം, തോമസ് മൂർ, അല്ലേ. ആൻഡ് പ്രോസ് ബിക്കം എ വെഹിക്കിൾ ഫോർ ഫിലോസഫി, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. ദെൻ പ്രോസ് പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, സോഷ്യൽ ക്രിറ്റിസിസത്തിൻ്റെയും അതുപോലെ ഫിലോസഫിയുടെയും ഒക്കെ എന്ത് ചെയ്യാണ്, ഒരു മാർഗമായിട്ട്, അല്ലെങ്കിൽ അതിലൂടെ അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ റിഫോർമേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എൻകറേജഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് എംഫസൈസ്ഡ് ഇൻഡിവിജ്വൽ വർത്ത്. സോ റിഫോർമേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലേ, അതായത് റിഫോർമേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും അവർ ഇൻഡിവിജ്വൽ വേർത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ദെൻ റിനസൻസ് ഹ്യൂമാനിസം ആൻഡ് ഇൻസ്പയർഡ് റൈറ്റേഴ്സ് ടു ഫോക്കസ് ഓൺ പേഴ്സണൽ ഫ്രീഡം, മൊറാലിറ്റി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. സോ റിനസൻസിൽ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, റിനസൻസ് റൈറ്റേഴ്സ് നമ്മുടെ ഫ്രീഡത്തിനും മൊറാലിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത്. Then moving on to the next question, that is neoclassicism. So define neoclassicism and discuss the strict literary rules and the aesthetic principles that govern this era. So what is neoclassicism? So neoclassicism എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വാസ് ആൻ റിവൈവൽ ഓർ ഇമിറ്റേഷൻ ഓഫ് ദ ലിറ്ററേച്ചർ, അല്ലേ. സോ ലിറ്ററേച്ചർ മാത്രമല്ല, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം. സോ ഏൻഷ്യൻ ഗ്രീസിലെയും റോമിലെയും ഒരു ലിറ്ററേച്ചറും ആർട്ടും അതുപോലെ തന്നെ എന്താണ് കൾച്ചറെല്ലാം റിവൈവ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു നിയോ ക്ലാസിസം എന്ന് പറയുന്നത്. സോ ഇത് 17th സെഞ്ച്വറിയിൽ ഫ്രാൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് വരുന്നത്. പിന്നീടാണ് ഇത് യൂറോപ്പിലോട്ട് എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. ഇറ്റ് വാസ് ഇൻ 19th സെഞ്ച്വറി ഓൾസോ. ആൻഡ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ബിലീവ്ഡ് ദാറ്റ് ദ ക്ലാസിക്കൽ വർക്ക്സ് ഓഫ് antiquity represents the highest standards of artistic excellence. So neoclassical period ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നിയോക്ലാസിക്കൽ റൈറ്റേഴ്സ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉള്ള വർക്ക്സുകൾ എന്ന് പറയുന്നത് എവിടെയുള്ള വർക്ക്സുകളാണ്, ക്ലാസിക്കൽ വർക്ക്സുകൾക്കാണ് എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സോ therefore they sought to follow and imitate these models. സോ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു ക്ലാസിക്കൽ മോഡൽസിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് എ കീ കോൺസെപ്റ്റ് ഓഫ് നിയോ ക്ലാസിസം. സോ നിയോ ക്ലാസിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നമ്മളിനി പറയാൻ പോകുന്നത്, ദാറ്റ് ഈസ് മിമസിസ്. വാട്ട് ഈസ് മിമസിസ്? ദാറ്റ് ഈസ് ഇമിറ്റേഷൻ. സോ മിമസിസിൻ്റെ മീനിങ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇമിറ്റേഷൻ ആണ് കേട്ടോ. മീനിങ് ദാറ്റ് ആർട്ട് ഷുഡ് ഇമിറ്റേറ്റ്. അവർ പറയുന്നത് എന്താണ്, മിമസിസിലൂടെ ആർട്ട് ഷുഡ് ബി ഇമിറ്റേറ്റ്. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വാസ് ആൻ ഇമിറ്റേഷൻ ഓഫ് സംതിങ്, അല്ലേ. എന്തിൻ്റെയോ അല്ലെങ്കിൽ റിയാലിറ്റിയുടെ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇമിറ്റേഷനാണ് എന്തെന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത്. ദെൻ റൈറ്റേഴ്സ് എയിം ടു റെപ്രസെൻറ്റ് ലൈഫ് ഇൻ എ റാഷണൽ, ഓർഡർലി ആൻഡ് ബാലൻസ്ഡ് മാനർ, അല്ലേ. സോ ലൈഫ് എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഒരു ഓർഡർ ആയിട്ടായിരിക്കും, അതായത് മാനർ ഉണ്ടായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം എന്ത് പ്രസൻറ്റ് ചെയ്യാൻ, ലൈഫ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഡു നോട്ട് ക്ലിങ് അപ്പോൺ ദി ഇമാജിനേഷൻ or intense emotions.
സോ ദെൻ മേജർ ലിറ്റററി റൂൾസ് ആൻഡ് എസ്തെറ്റിക് പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു പീരിയഡിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലിറ്ററേച്ചർ റൂൾസുകളാണ്. അതായത് നിയോ ക്ലാസിസത്തിൽ ഒരുപാട് റൂൾസുകൾ ഉണ്ടായിരുന്നു. സോ അതിലൊന്നാണ് ഡെക്കോറം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡെക്കോറം. അതായത് ഡെക്കോറം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഡെക്കോറം ഉണ്ടായിരിക്കണം അല്ലേ. സോ ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ക്യാരക്ടർ, ലാംഗ്വേജ് ആൻഡ് ആക്ഷൻ, സോ അതിനെല്ലാം ഒരു ഡെക്കോറം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനും സിറ്റുവേഷനും അനുയോജ്യമായിട്ടുള്ളത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, കിങ്സ് ആൻഡ് നോബിൾസ് വേർ എക്സ്പെക്റ്റഡ് ടു സ്പീക്ക് ആൻഡ് ബിഹേവ് വിത്ത് ഡിഗ്നിറ്റി. സോ എങ്ങനെ ആയിരിക്കണം, കിങ്, നോബിളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ എങ്ങനെ ആയിരിക്കണം, ഇവരൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇവർ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യേണ്ടത്. കോമൺ പീപ്പിൾ എങ്ങനെയായിരിക്കണം, വളരെ സിമ്പിളായിട്ടുള്ള വേസിലായിരിക്കണം. ആൻഡ് അവരെന്ത് ചെയ്യണം, സിമ്പിളായിട്ട് സംസാരിക്കണം എന്നുള്ളത്. ആൻഡ് ദിസ് റൂൾസ് എൻഷുർഡ് കൺസിസ്റ്റൻസി ആൻഡ് സോഷ്യൽ ഹാർമണി ഇൻ ലിറ്ററേച്ചർ. സോ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഹാർമണിയും ലിറ്ററേച്ചറിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേഴ്സിമിലിറ്റ്യൂഡാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വേഴ്സിമിലിറ്റ്യൂഡാണ്. സോ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എംഫസൈസ്ഡ് പ്ലാസിബിലിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. സോ നിയോ ക്ലാസിക്കൽ വേൾഡിൽ അല്ലെങ്കിൽ ആ ഒരു പീരിയഡിലെ റൈറ്റേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ആൻഡ് ഒരു ലിറ്റററി വർക്കിലെ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ബിലീവബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇംപ്രോബബിൾ ആയിട്ടുള്ള ഫാൻറ്റസി നിറഞ്ഞിട്ടുള്ള ഇൻസിഡൻസുകൾ ജനറലി എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. കാരണം എന്താണ്, ലിറ്ററേച്ചർ വാസ് എക്സ്പെക്റ്റഡ് ടു റിഫ്ലക്ട് റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസ്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസുകൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളത്. ദ തേർഡ് വൺ ഈസ് പ്യൂരിറ്റി ഓഫ് ഫോംസ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്യൂരിറ്റി ഓഫ് ഫോംസ് ആണ്. സോ ജോണേഴ്സ് വർ കെപ്റ്റ് സെപ്പറേറ്റ്. ലിറ്ററേച്ചർ വാസ് ഡിവൈഡഡ് ഇൻ ടു ഹൈ ഫോംസ്. സോ ലിറ്ററേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ ഫോംസ്, ഹൈ ഫോംസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഹൈ ഫോംസ് എന്ന് പറഞ്ഞാൽ എപ്പിക്, ട്രാജഡി തുടങ്ങിയിട്ടുള്ളതെല്ലാം എന്താണ്, ഹൈ ഫോംസിൽ വരുന്ന വർക്ക്സുകളാണ് അല്ലെങ്കിൽ ജോണേഴ്സുകളാണ്. സോ അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നോബിളായിട്ടുള്ള ക്യാരക്ടർ, സീരിയസ് ആയിട്ടുള്ള തീംസുകളൊക്കെ ഉണ്ടായിരിക്കും. ലോ ഫോംസ് എന്ന് പറഞ്ഞാൽ കോമഡിയും സറ്റയറുമാണ് എന്ത് ചെയ്യുന്നത്, ലോ ഫോംസ് എന്ന് പറയുന്നത്. സോ അതിൽ ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും, ഓർഡിനറി പീപ്പിൾ ആയിരിക്കും. ദെൻ ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ട്രാജിക് ആൻഡ് കോമിക് എലമെൻസുകൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വർക്കിൽ തന്നെ. ഇതെല്ലാം എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓരോ ഫോമിനും എന്ത് ചെയ്യണം, അതിൻ്റെ പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ളൊരു അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടായിരിക്കണം ഓരോ ജോണേഴ്സിനും. ദെൻ ദ 3 യൂണിറ്റീസ്. നെക്സ്റ്റ് വരുന്നത് 3 യൂണിറ്റീസ് ആണ്. സോ 3 യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അരിസ്റ്റോട്ടിലാണ് ആക്ച്വലി ഈ 3 യൂണിറ്റീസ് കൊണ്ടുവരുന്നത് അല്ലേ. സോ അരിസ്റ്റോട്ടിലിനെ ബേസ് ചെയ്തുകൊണ്ട് ഡ്രാമകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു 3 യൂണിറ്റീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ അല്ലേ. സോ എന്താണ് യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ, യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഒക്കർ ചെയ്യുന്നത് എപ്പോഴായിരിക്കണം, ഒരു സിംഗിൾ ഡേൻ്റെ ഉള്ളിലായിരിക്കണം. ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലേസിൽ നടക്കുന്നതായിരിക്കണം, ഒരു സിംഗിൾ ലൊക്കേഷനിൽ നടക്കുന്നതായിരിക്കണം. ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്ലോട്ട് മെയിനായിട്ട് ഒരു സെൻട്രൽ സ്റ്റോറിയെ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്, സബ് പ്ലോട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് അരിസ്റ്റോട്ടിൽ പറയുന്ന 3 യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ ദീസ് റൂൾസ് വർ ബിലീവഡ് ടു ക്രിയേറ്റ് ഓർഡർ, ക്ലാരിറ്റി ആൻഡ് റിയലിസം. സോ അപ്പോൾ ഈ ഒരു ഓർഡേഴ്സിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ, പ്ലോട്ട് സ്ട്രക്ചറിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. ദെൻ ദ പ്ലോട്ട് ഷുഡ് ഫോക്കസ് ഓൺ വൺ ലൊക്കേഷൻ അല്ലേ. പ്ലോട്ട് എന്തായിരിക്കണം, വൺ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്ലോട്ട് വരേണ്ടത് എന്നുള്ളതാണ്. ദെൻ ദീസ് വൺ സെൻട്രൽ സ്റ്റോറി ലൈൻ വിതൗട്ട് അൺനെസസറി സബ് പ്ലോട്ട് അല്ലേ. യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള സബ് പ്ലോട്ടുകൾ ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. ദെൻ ദീസ് ഇമ്പോർട്ടൻസ് ഓഫ് റീസൺ ആൻഡ് ലോജിക്. Unlike later romantic writers, neoclassicists valued reason. So neoclassical പീരിയഡിലെ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കണം, വാല്യൂസ്, റീസൺ
ലോജിക്, ഡിസിപ്ലിൻ ആൻഡ് ഇൻ്റലക്റ്റ് അല്ലേ? റീസണെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം, ലോജിക് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കണം, ഡിസിപ്ലൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ആൻഡ് ഇൻ്റലക്റ്റ് എബോവ് ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ. സോ ഇമോഷൻസിനും ഇമാജിനേഷനും അപ്പുറത്തേക്ക് എന്തുണ്ടായിരിക്കണം, ഇൻ്റലക്റ്റ് ആണ് വർക്ക്. Then the neoclassical writers believed that literature should instruct as well as entertaining, പ്രൊമോട്ടിംഗ് മോറൽ വാല്യൂസ് ആൻഡ് റാഷണൽ തിങ്കിങ്. സോ ഇനി നിയോ ക്ലാസിക്കൽ പീരീഡിൽ ആളുകൾ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലിറ്ററേച്ചർ ഷുഡ് ഇൻസ്ട്രക്റ്റ്. ലിറ്ററേച്ചർ എന്തായിരിക്കണം, ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ദെൻ എന്താണ്, എൻ്റർടൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതായിരിക്കണം. മോറൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. റാഷണൽ തിങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് നിയോ ക്ലാസിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ബാലൻസ്ഡ്, റെസ്ട്രെയിൻഡ്, ഓർഡർ ആൻഡ് അഡ്ഹറൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് അല്ലേ? സോ ആ ഒരു നിയോ ക്ലാസിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസിന് അനുസരിച്ചായിരിക്കണം ഒരു നിയോ ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. സോ then neoclassical was literary movement that sought to revive classical ideas through strict artistic rules. ഇപ്പോൾ നിയോ ക്ലാസിക്കൽ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് റൂൾസ് ഉണ്ടായിരിക്കും. ആ റൂൾസിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം വർക്ക്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. Then moving on to the next question, that is discuss the major literary development of the Restoration era focusing on verse and drama. So the Restoration era എന്ന് പറയുന്നത് 1660 to 1700 വരെയാണ് റെസ്റ്റോറേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. സോ ഇത് ചാൾസ് സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പീരിയഡിലാണ് എന്ത് ചെയ്യുന്നത്, റെസ്റ്റോറേഷൻ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ചാൾസ് സെക്കൻഡ് റെസ്റ്റോർ ദ മൊണാർക്കി, ഫ്രീയിങ് ഇംഗ്ലീഷ് സൊസൈറ്റി ഫ്രം ദ സ്ട്രിക്ട് മൊറാലിറ്റി ആൻഡ് പ്യൂരിറ്റനിസം അല്ലേ? ആൻഡ് ഈ ഒരു ഷിഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലിറ്റററി ഡെവലപ്മെൻറ്റ്സുകൾക്ക് കാരണമായിട്ടുണ്ട്. സോ റെസ്റ്റോറേഷൻ വേഴ്സുകൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ട്രഡീഷണൽ ഫോംസുകളായിട്ടുള്ള ബ്ലാങ്ക് വേഴ്സുകൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. എങ്ങനെയാ? സോ ദ ട്രഡീഷണൽ ഫോംസ് ലൈക്ക് ബ്ലാങ്ക് വേഴ്സ് were replaced by the heroic couplet അല്ലേ? സോ ഈ ഒരു ബ്ലാങ്ക് വേഴ്സുകളെ എന്ത് ചെയ്യാണ്, ഹീറോയിക് കപ്ലറ്റ്സുകൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ വിച്ച് ബിക്കം ദ സ്റ്റാൻഡേർഡ് ഫോർ ദ ഇറ. സോ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പീരിയഡിൽ ഉണ്ടായിരുന്നത്. ദെൻ പോയട്രി എങ്ങനെയായിരിക്കണം, ലോങ് നറേറ്റീവ് ആയിരിക്കണം, ഓർ മോക്ക് എപ്പിക് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് സെക്ചർ ആൻഡ് എലവേറ്റഡ് ഡിക്ഷൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോൺ റൈഡൻ ആൻഡ് ഈ ഒരു പീരിയഡിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. ദെൻ റെസ്റ്റോറേഷൻ ഡ്രാമകൾ വന്നു. സോ following the lifting of the Puritan ban on theatres. സോ റെസ്റ്റോറേഷൻ ഡ്രാമ എന്ന് പറയുന്ന പ്യൂരിറ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രാമകൾ അവർക്ക് ഇമ്മോറലായിട്ട് തോന്നുകയും ഡ്രാമകളെല്ലാം എന്ത് ചെയ്യാണ്, അതിനെ ബാൻ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്നും എന്ത് ചെയ്യാണ്, വീണ്ടും ഡ്രാമകൾ വരികയാണ് റെസ്റ്റോറേഷൻ പീരിയഡിൽ. സോ എ മേജർ റിസർജൻസ്, ദ പ്രിഡോമിനൻറ്റ് ജോണർ വാസ് ദ കോമഡി ഓഫ് മാനേഴ്സ്. സോ ആ ഒരു പീരിയഡിൽ ഏറ്റവും കൂടുതൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് എന്ന് പറയുന്നത് കോമഡി ഓഫ് മാനേഴ്സ് ആയിരുന്നു. സോ ദാറ്റ് മീൻസ് വിച്ച് മോക്കഡ് ദ ഫ്രിവോലൈറ്റ് ഓഫ് ദ അരിസ്റ്റോക്രസി ആൻഡ് കോർട്ട് ലൈഫ്. സോ ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് അരിസ്റ്റോക്രസി
ബുർഷ്വാസിയെ മോക്ക് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോമഡി ഓഫ് മാനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അർബൻ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എന്താണ്, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സുകൾ യൂസ് ചെയ്യാം. ആൻഡ് വിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. വിറ്റി മീൻസ് ഒരേ സമയം നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വിറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് notably, this period marked the first time women began appearing on stage to play female roles. Beyond this, the era also saw the growth of prose and the early development of the novel as a literary form. So actually, ഈ ഒരു പീരിയഡിലാണ് ആദ്യമായിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ വില്യം ഷേക്സ്പിയറുടെയൊക്കെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ആ ഒരു പീരിയഡിൽ മെയിൽ തന്നെയാണ് ഫീമെയിൽ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും, പക്ഷേ ആ ഒരു സ്റ്റോറിയിൽ സ്റ്റേജിൽ എന്ത് ചെയ്യില്ല, വുമൻ ആക്ട് ചെയ്യില്ല. അതിന് പകരം മെയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വേർഷൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ള. പക്ഷേ ഈ ഒരു പീരിയഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, റെസ്റ്റോറേഷൻ പീരിയഡിൽ ഫീമെയിൽസ് അല്ലെങ്കിൽ സ്ത്രീകൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ഡിസ്കസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the romantic age and the reaction against neoclassicism. So ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റൊമാൻറ്റിസിസം എമോജ് ചെയ്ത് വരുന്നത് 18th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടങ്ങളിലാണ്. സോ ഇത് നമ്മുടെ ഈ ഒരു നിയോ ക്ലാസിസത്തിനും അതുപോലെ തന്നെ ആ ഒരു പീരീഡിനൊക്കെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ആക്ച്വലി റൊമാൻറ്റിസിസം എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ. സോ റിയാക്ഷൻ ടു ദ ഏജ് ഓഫ് റെവല്യൂഷൻ അല്ലേ, ഏജ് ഓഫ് റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇതൊന്ന് ഇപ്പം നമ്മൾ ഏജ് ഓഫ് റെവല്യൂഷനിൽ നിന്ന് റൊമാൻറ്റിക് ഏജിലോട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. സോ റാഷണൽ തിങ്കിങ് ആയിരുന്നു റെവല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ദെൻ ഓർഡർ, ദെൻ സ്ട്രിക്റ്റ് റൂൾസ്, ലൈക്ക് ക്ലാസിക്കൽ മോഡൽസുകൾ പ്രിഫർ ചെയ്തു. സോ അതിൽ നിന്നും എന്ത് ചെയ്യാൻ തുടങ്ങി, റൊമാൻറ്റിസിസത്തിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. അവർ നേച്ചറിനെയും ഇമോഷൻസിനെയും ഇൻഡിവിജ്വാലിറ്റി എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. What that romanticism. So ഈ ഒരു മൂവ്മെൻറ്റ് is defined by several core features. ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഒന്ന്, റിയാക്ഷൻ അഗെയിൻസ്റ്റ് റൂൾസ് ആയിരുന്നു. അതായത് റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, റിജിഡ് ആയിട്ടുള്ള എല്ലാ ഫോംസുകളെയും ഒഴിവാക്കി അവർ ലാവിഷായിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, വേർഡ്സുകളും ലാംഗ്വേജുകളും അല്ലെങ്കിൽ വേർഡ്സും വൊക്കാബുലറീസും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദേ gave importance to സ്പോണ്ടേനിറ്റിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ എംഫസിസ് ഓൺ ഇമാജിനേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഇമാജിനേഷനിലൂടെയായിരുന്നു, അതായത് മൈൻഡിൽ തോന്നുന്ന ഇമാജിനേഷനിലൂടെയായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ പോയട്രികൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ദാൻ ദ ഇൻ്റലക്ട്. ആൻഡ് പോയറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഇവരെല്ലാവരും എന്തായിരുന്നു, ഈ ഒരു പീരിയഡിൽ വരുന്ന റൈറ്റേഴ്സാണ്. നെക്സ്റ്റ്, റെപ്രസെൻറ്റേഷൻ. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ നേച്ചറിനെ വളരെ അധികം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റൊമാൻറ്റിക് പോയംസുകളിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റിങ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരിയഡാണ്. സോ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ നേച്ചറിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു റൊമാൻറ്റിക് റൈറ്റേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. വില്യം വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പോയട്രിയെ കുറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. സോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന നമ്മുടെ ഇമോഷൻസ് ആണ് ഒരു പോയട്രി എന്ന് പറയുന്നത്. ദെൻ ദ എക്സോട്ടിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ. ദെൻ റൊമാൻറ്റിസിസം ഓഫൺ ബ്ലെൻഡഡ് എവറി ഇവൻറ്റ്സ് വിത്ത് ഫാൻറ്റസി ആൻഡ് മിസ്റ്ററി. സോ റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എവറി ഡേ ഈവൻറ്റ്സുകൾ ഫാൻറ്റസി ആയിട്ട് എന്ത് ചെയ്യാം, മിസ്റ്റീരിയസ് ആയിട്ട് അവതരിപ്പിക്കുക. സോ അതിലെവിടെ എന്ത് യൂസ് ചെയ്യുന്നു, ഇമേജറി ഓഫ് ഡാർക്ക് ഫോറസ്റ്റ്, മാജിക്കൽ ബീയിങ്സ്, അതുപോലെ തന്നെ മിസ്റ്റിക്കൽ വിഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. Then the next question, compare the contribution of the late poets and the later romantic poets to English poetry. So next എന്ന് പറയുന്നത് ലേക്ക് പോയറ്റ്സുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, വേർഡ്സ്വർത്തും ST കോൾറിഡ്ജും 1798 എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടിയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ വില്യം വേർഡ്സ്വർത്ത്
revolutionized poetry by focusing on simple incidents and humble people and using conventional language rather than rigid literary rules, and he viewed nature as a healing ഫോഴ്സ് അല്ലേ. സോ അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, സിമ്പിൾ ഇൻസിഡൻസുകൾ, അതായത് നമ്മുടെ ലൈഫിലെ സിമ്പിൾ ഇൻസിഡൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് കോൺവെർസേഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ആൻഡ് ഹി ഓൾസോ കൺസിഡർ ദ നേച്ചർ ഹാസ് എ ഹീലിംഗ് ഫോഴ്സ്. ആൻഡ് ദെൻ സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ദെൻ ലേക്ക് പോയറ്റ്സുകളെയാണ് നമ്മൾ പറയുന്നത്. ദെൻ സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആണ് വരുന്നത്. സോ വേർഡ്സ്വർത്തിനെ പോലെ അല്ലായിരുന്നു. ആൻഡ് ഹി ഫോക്കസ് ഓൺ ദ speech. He focused on common speech. Coleridge utilized a differentiated poetic language. പക്ഷേ കോൾറിഡ്ജ് കുറച്ചും കൂടെ പോയറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് explored supernatural worlds filled with magic and mystery, often inspired by ഡ്രീം ലൈക്ക് സ്റ്റേറ്റ്സ് അല്ലേ. ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റി എന്തുണ്ടായിരുന്നു സാമുവൽ ടൈലർ കോൾറിഡ്ജിൻ്റെ വർക്ക്സുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് റോബർട്ട് സൗത്തി. സോ റോബർട്ട് സൗത്തി എന്ന് പറയുന്നത് എന്താണ്, അലോങ് വിത്ത് വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ഹി വാസ് നോൺ ആസ് വൺ ഓഫ് ദ ലേക്ക് പോയിറ്റ്സ്. സോ അദ്ദേഹം ഒരു ലേക്ക് പോയിറ്റിൽ വരുന്ന ഒരു മെമ്പറാണ്. ആൻഡ് ഹി ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം മിത്തോളജി ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇൻ വർക്ക്സ് ലൈക്ക് ദ കേഴ്സ് ഓഫ് കെഹാമ. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിത്തോളജിയും സൂപ്പർ നാച്ചുറൽ എലമെൻസുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ കേഴ്സ് ഓഫ് കെഹ്മ എന്ന് പറയുന്നത്. ദെൻ the later romantic poets introduced radical ideas and sensory richness. പിന്നീട് വന്നിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എന്ത് ക്രിയേറ്റ് ചെയ്തത്, ഒരു റാഡിക്കൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൊന്നായിരുന്നു പേഴ്സി ബൈഷെ ഷെല്ലി. സോ PB ഷെല്ലി എന്ന് നമ്മൾ പറയും. സോ ലേറ്റ് റൊമാൻറ്റിക് പോയറ്റുകളിൽ ഉൾപ്പെടുന്നവരാണ് അവർ. റാഡിക്കൽ ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയാസിനെ ആയിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ ക്രിട്ടിസൈസ്ഡ് ദ സോഷ്യൽ ഒപ്രഷൻ ആൻഡ് ദേ കോൾ ഫോർ സോഷ്യൽ റിഫോം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് സെൻസറി റിച്ച് ഇമേജറി ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി. സോ ജോൺ കീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ സെൻസറി ആയിട്ടുള്ള ഇമേജറീസുകൾ യൂസ് ചെയ്യാം, മ്യൂസിക്കൽ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. ദെൻ ബ്യൂട്ടി, നേച്ചർ, മൊറാലിറ്റി തുടങ്ങിയിട്ടുള്ള തീംസുകളെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോൺസെപ്റ്റ് ഇസ് ദ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ഓൾസോ. ദെൻ ദ നെക്സ്റ്റ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള റൊമാൻറ്റിക് പീരീഡിൻ്റെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ഒരു റൈറ്ററാണ് ലോർഡ് ബൈറൺ എന്ന് പറയുന്നത്. ദെൻ ബ്ലെൻഡഡ് സറ്റയർ വിത്ത് റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസവും സറ്റയറും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ ലിബർട്ടി ആൻഡ് നേച്ചർ തുടങ്ങിയിട്ടുള്ള തീംസുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനലൈസ് ദ പോർട്രയൽ ഓഫ് ജെൻഡർ റോൾസ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റി ആൻഡ് ദ റൈസ് ഓഫ് വുമൻ റൈറ്റേഴ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. സോ വിക്ടോറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പീരിയഡായിരുന്നു വിക്ടോറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ വിക്ടോറിയൻ വുമൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ധാരണയുണ്ട് എന്താണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള റോൾസുകൾ ചെയ്യാനുള്ളതാണ്. സോ അവർ വൈഫ്സ്, മദർ ആൻഡ് ഇങ്ങനെയുള്ള ഡ്യൂട്ടീസുകൾ ചെയ്യുക അല്ലേ, കുട്ടികളെ കെയർ ചെയ്യുക, അതോടൊപ്പം ഹൗസ് ഹോൾഡായിട്ടുള്ള ഡ്യൂട്ടീസുകൾ ചെയ്യാം. സോ ഇതൊക്കെയായിരുന്നു ആ ഒരു പീരിയഡിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ however, this domestic idol was a subject of intense intellectual debate. So ഇത് ഒരുപാട് ഡിബേറ്റ്സുകൾക്ക് കാരണമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. They advocate for rights. So ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വുമനെ ഇങ്ങനെ അടിച്ചമർത്തുന്നതിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിബേറ്റ്സുകൾ വന്നു. സോ ചലഞ്ചഡ് ദീസ് നോംസ് ഇൻ വർക്ക്സ് ലൈക്ക് ഓൺ ദ സബ്ജുഗേഷൻ ഓഫ് വുമൻ ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഹൈലൈറ്റ്സ് ദ പീരിയഡ്സ് ഡബിൾ സ്റ്റാൻഡ്സ്. സോ അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ത്രീകൾക്കും പുരുഷനും എന്ത് ചെയ്യണം, ഈക്വാലിറ്റി വേണം. സോ അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, അതായത് വുമൺ പലതിലും മാർജിനലൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മെൻ ഒരുപാട് സൊസൈറ്റൽ പ്ലഷറുകളെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വുമൺ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വുമണിന് സാധിക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ദ ഫീമെയിൽ വോയിസ് ആൻഡ് interestingly the era saw a significant rise in women writers. So women writers-ൽ ഒരുപാട് റൈസ് നടന്നിട്ടുള്ള ഒരു പീരിയഡ് ആയിരുന്നു. സൊസൈറ്റൽ റെസ്ട്രിക്ഷൻസ്,
Because of societal restriction, many, such as Bronte's sister, initially adopted male pen names to ensure their work was published and taken seriously. സോ അപ്പോൾ ഈ ഒരു പീരീഡിൽ എന്തായിരുന്നു ചോദിച്ചാൽ, ഈ ഒരു വുമൻ റൈറ്റേഴ്സ് പോലും അവരുടെ സ്വന്തം പേരിൽ എഴുതാതെ എന്തായിരുന്നു, മെയിൽ നെയിമിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എക്സാമ്പിളാണ് ബ്രോണ്ടി സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സൊസൈറ്റിയുടെ റിജിഡ് ആയിട്ടുള്ള ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരെ, അല്ലെങ്കിൽ ജെൻഡർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ജെൻഡർ ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ജെൻഡർ ഇനീക്വാലിറ്റിക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് ശബ്ദങ്ങൾ ഈ ഒരു പീരീഡിൽ ഉയരാൻ തുടങ്ങി എന്നുള്ളതാണ്. നെക്സ്റ്റ്, സോ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് മോഡേണിസ്റ്റ് ഡ്രാമയാണ്. So, modernist drama presented a radical departure from traditional dramatic structure. So, modernist drama എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു ട്രഡീഷണൽ ഡ്രാമ സ്ട്രക്ചറിൽ നിന്നും വളരെയധികം എന്താണ്, ഡിഫറൻഷിയേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താ ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ്? പ്ലേ റൈറ്റ്സ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് ലാംഗ്വേജ് ഫോംസ് ആൻഡ് സ്റ്റേജിങ് ടു എക്സ്പ്ലോർ പ്രൊഫൗണ്ട് തീംസ് ഓഫ് അബ്സർഡിറ്റി ആൻഡ് മീനിങ്ലെസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ്. പല റൈറ്റേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങി, പല എക്സ്പെരിമെൻറ്റ്സുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊണ്ടുവരാൻ തുടങ്ങി. തീംസിലാണെങ്കിലും അതുപോലെ തന്നെ എന്താണ്, എക്സിസ്റ്റൻസിലാണെങ്കിലും അല്ലേ, മീനിങ്ലെസ്നെസ്, ഇങ്ങനെയുള്ള അബ്സർഡിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ദെൻ significant development with this period was the theatre of the absurd. So അപ്പോൾ ഈ ഒരു പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്നുള്ളതാണ്. സോ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ത് ചെയ്തു, വന്നു. സോ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, ദ പർപ്പസ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ മീനിങ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. സോ ഈ ഒരു ജോണർ എന്ത് ചെയ്തു, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സുകൾ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി, പർപ്പസ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. സോ ദെൻ അൾട്ടിമേറ്റ്ലി മോഡേൺ ഡ്രാമ ലൈക്ക് എ പ്രോസ് ആൻഡ് പോയട്രി ഓഫ് ദ ടൈം റിഫ്ലക്റ്റഡ് ദ ഇമ്മൻസ് ലിറ്റററി ഇന്നോവേഷൻസ് ഓഫ് ദ ഇറ. സോ ഈ ഒരു പീരിയഡിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ചലഞ്ചിങ് കൺവെൻഷൻസ് ടു മിറർ ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ചേഞ്ചിങ് വേൾഡ് അല്ലേ. സോ അത് മാത്രമല്ല, കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള മോഡേൺ വേൾഡിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ പല രീതിയിൽ ഇൻവെൻഷൻസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. Then discuss the features of modernist drama and the significance of the theatre of the absurd. So ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ പോസ്റ്റ് മോഡേൺ ഡ്രാമ എമേർജഡ് ഇൻ ദ മിഡ് 20th century. മിഡ് 20th centuryയിലാണ് പോസ്റ്റ് മോഡേൺ ഡ്രാമകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് ട്രഡീഷണൽ ഡ്രാമകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത് എന്നുള്ളതാണ്. ദെൻ വിച്ച് യൂഷ്വലി ഹാഡ് എ ക്ലിയർ പ്ലോട്ട് അല്ലേ. സോ ട്രഡീഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലോട്ട് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഡെഫിനിറ്റ് മെസ്സേജുകൾ ഉണ്ടായിരിക്കും. സോ ഇതിനെല്ലാം എന്ത് ചെയ്യാണ്, മാറ്റി നിർത്തി ഡാഡയിസം അല്ലെങ്കിൽ അബ്സർഡ് തിയേറ്റർ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേൺ ഡ്രാമകൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ദാറ്റ് ക്വസ്റ്റ്യൻ ദ നേച്ചർ ഓഫ് റിയാലിറ്റി, ട്രൂത്ത് ആൻഡ് ലാംഗ്വേജ്. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പോസ്റ്റ് മോഡേൺ ഡ്രാമ? ദാറ്റ് ഈസ് റിജക്ഷൻ ഓഫ് ഫിക്സഡ് മീനിങ്. സോ ഫിക്സഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. സോ ദാറ്റ് ഈസ് റിജക്ഷൻ ഓഫ് ഫിക്സഡ് മീനിങ് അല്ലേ. ദെൻ പോസ്റ്റ് മോഡേൺ പ്ലേസുകൾക്ക് എന്തുണ്ടാവില്ല, ഒരു സിംഗിൾ ക്ലിയർ ഇൻ്റർപ്രിട്ടേഷനോ ഒരു സിംഗിൾ ക്ലിയർ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കില്ല. മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് അൺസർട്ടൈൻ ആൻഡ് ദ ഓപ്പൺ ടു ഡിഫറെൻറ്റ് റീഡിങ് അല്ലേ. ഓപ്പൺനെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡഡ് ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്വസ്റ്റ്യനിങ് റിയാലിറ്റി. സോ ദ ബൗണ്ടറി ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇലൂഷൻ ഈസ് ഓഫൻ ബ്ലർഡ്. സോ അത് മാത്രമല്ല, റിയാലിറ്റിയും അതുപോലെ തന്നെ എന്താണ്, ഇലൂഷനും തമ്മിലുള്ള ബൗണ്ടറി എന്തായിരിക്കും, ബ്ലൈൻഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് വി കുഡിൻറ്റ് ഐഡൻറ്റിഫൈ വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ്
illusion, and characters may struggle with identity and existence. ഇനി ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കാം, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു എക്സിസ്റ്റൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ദെൻ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു നറേഷനാണ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് എന്താണ് ട്രഡീഷണൽ ബിഗിനിങ് മിഡിൽ എൻഡ് പ്ലോട്ട്സ് ആർ ഓഫൺ അബാൻഡനഡ് അല്ലേ. സോ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന എൻഡ് ബിഗിനിങ് മിഡിൽ എൻഡ് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല. ദെൻ ലാംഗ്വേജ് ആസ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആംബിഗ്വിറ്റി ആർ കോമൺ അല്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ആംബിഗ്വിറ്റീസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടായിരിക്കും. മേജർ റൈറ്റേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഹാരോൾഡ് പിഞ്ചർ ആണ്. സോ ഹാരോൾഡ് പിഞ്ചറിൻ്റെ ദ ബർത്ത്ഡേ പാർട്ടി എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ടോം സ്റ്റോപ്ഫോർഡ് ആണ് ഈ ഒരു ഇതിൽ വരുന്ന മറ്റൊരു റൈറ്റർ. ആൻഡ് വളരെയധികം വേർഡ് പ്ലേ യൂസ് ചെയ്യുന്ന ഒരാളാണ് ടോം സ്റ്റോപ്ഫോർഡ് എന്ന് പറയുന്നത്. ആൻഡ് റോസൻക്രൻസ് ആൻഡ് ഗിൽഡസ്റ്റൺ ആർ ഡെഡ് എന്ന് പറയുന്നതിന് എന്താണ്, ഇതിന് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ജോൺ ഓസ്ബോൺ ഇസ് കണക്റ്റഡ് വിത്ത് കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്ലാസ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറയുന്നത്. ദെൻ ഡെത്ത് ഓഫ് ദ ഓതറിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞാൽ റോളൻ ബാർത്തസ് ആണ് 1967 ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഒരു റൈറ്റിങ്സ് ഒരു ഓതർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ഓതർ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അതായത് പിന്നീട് ഓതറിന് എന്തില്ല, പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓതേഴ്സ് പേഴ്സണൽ ഇൻറ്റൻഷൻ, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പ്ലനേഷൻ ഷുഡ് നോട്ട് ഡിറ്റർമിൻ എ ടെക്സ്റ്റ് മീനിങ്. സോ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് നമ്മൾ ഒരിക്കലും ഓതറിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ഓതർ അല്ല പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചോ ഓതറിൻ്റെ ഇൻറ്റൻഷൻ വെച്ചോ എക്സ്പ്ലനേഷൻസ് വെച്ചോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, റീഡറാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടെക്സ്റ്റിന് മീനിങ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് റീഡേഴ്സിന് എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് വൈ ദിസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പോസ്റ്റ് മോഡേണിസത്തിൽ ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? കാരണം അതോറിറ്റി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ദ ഓതർ ഈസ് നോ ലോങ്ങർ സീൻ ആസ് ദ സോൾ സോഴ്സ് ഓഫ് മീനിങ് അല്ലേ. റീഡർ ഇസ് ദ ആക്റ്റീവ് പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ് ദ മീനിങ് ഫോർ ദാറ്റ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. Then next, analyze how Chaucer represent medieval society through the assembly of pilgrims and the literary techniques used. So Chaucer, നമുക്കറിയാം ചോസറിൻ്റെ കാൻറ്റർബറി ടൈൽസ്, ജെഫ്രി ചോസറിൻ്റെ പ്രൊലോഗ് ടു കാൻറ്റർബറി ടൈൽസ് അല്ലേ. സോ അപ്പോൾ ആ ഒരു പ്രൊലോഗിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോസർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. സൊസൈറ്റിയെക്കുറിച്ച്, അതായത് മിഡീവൽ സൊസൈറ്റിയെക്കുറിച്ചാണ് ആക്ച്വലി ചോസർ എന്ത് ചെയ്യുന്നത്, അതിൽ പറയുന്നത് എന്നുള്ളതാണ്. സോ സോഷ്യൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ലൈഫ് മിഡീവൽ ഇംഗ്ലണ്ടിലെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു പ്രൊലോഗിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്, പിലിഗ്രിംസിനെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 29 പിലിഗ്രിംസ് ആണുള്ളത്. ആ 29 പിലിഗ്രിംസും ഡിഫറെൻറ്റ് ലൈഫിൽ നിന്ന് വരുന്ന, ഡിഫറെൻറ്റ് സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന ആളുകളാണ് അല്ലേ. സോ ആൻഡ് ഹീ ക്രിയേറ്റ്സ് എ ഡൈവേഴ്സ് അസംബ്ലി ദാറ്റ് പ്രസൻറ്റ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹിസ് സൊസൈറ്റി ആൻഡ് ഹീ പ്രൊവൈഡ് വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവരുടെ അപ്പിയറൻസ്, അവരുടെ പ്രൊഫഷൻ, അവരുടെ പേഴ്സണാലിറ്റി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. A knight in battered armor അല്ലേ, a plump nun and a gap-toothed wife and a willy merchant. സോ ഇതെല്ലാം ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ്, പറയുന്നതാണ്. സോ ഈ ഒരു സ്റ്റോറിയിലൂടെ ചോസർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലിറ്ററി ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് അയാംബിക് പെൻറ്റാമീറ്റർ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നത്, സിംപലിസം യൂസ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ എന്ന് പറയുന്ന സിമ്പിൾ ആക്ച്വലി റിന്യൂവലിൻ്റെ സിമ്പിളാണ്. ആൻഡ് ഡൈവേഴ്സ് ആയിട്ടുള്ള പിലിഗ്രിംസുകൾ സിംപലൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ മിഡീവൽ സൊസൈറ്റി ആൻഡ് സറ്റയർ ആൻഡ് ഐറണി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ എലമെൻസുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, പ്രൊലോഗിലാണ്. സോ ദേ ബിക്കം മോർ പ്രോമിനൻറ്റ് ആസ് ദ ഇൻഡിവിജ്വൽ പിലിഗ്രിംസ് ബീങ് ടെല്ലിങ് ദർ സ്പെസിഫിക് സ്റ്റോറീസ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, പെർഫെക്റ്റായി വരുന്ന, അല്ലെങ്കിൽ ഇത് അപ്രോപ്രിയേറ്റ് ആവുന്നത് എവിടെയാണ്, ആ ഒരു പിലിഗ്രിംസ് അവരുടെ സ്റ്റോറീസ് പറയുമ്പോഴാണ് എന്നുള്ളത്. ദെൻ അൾട്ടിമേറ്റ്ലി ചോസർ മാസ്റ്റർഫുൾ യൂസ് ഓഫ് ദിസ് ടെക്നിക്സ് ആൻഡ്
his focus on companionship across social classes make the work a rich reflection of the medieval landscape. സോ അൾട്ടിമേറ്റ്ലി ചോസർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ടെക്നിക്സുകളും യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം എന്താണ് മെഡീവൽ സൊസൈറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. Then the next question is, critically analyze the major themes in the poem Epithalamion. So Edmund Spenser's Epithalamion, written in 1594, 1594 എന്ത് ചെയ്യുന്നത് അത് ഈ ഒരു ഇത് എഴുതുന്നത്. സോ ഇത് എലിസബത്ത് ബോയിലിൻ്റെ അല്ലേ, അതായത് സെലിബ്രേറ്റ് ഹിസ് മാരേജ് ടു എലിസബത്ത് ബോയിൽ. സോ സ്പെൻസർ എന്ത് ചെയ്യാണ്, തൻ്റെ മാരേജ് ആരുമായിട്ട്, എലിസബത്ത് ബോയിലുമായിട്ടുള്ള തൻ്റെ മാരേജ് തന്നെയാണ് ആക്ച്വലി ഇതൊരു സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആൻഡ് the poem's literal meaning as marriage hymn അല്ലേ, ഇതൊരു മാരേജ് ഹൈം ആണ് ആൻഡ് ഒരു വെഡ്ഡിങ് സോങ് ആണെന്ന് നമുക്ക് പറയാം. സോ പ്രൈമർലി ഇതിൽ എന്താണ് തീം, ദ സെലിബ്രേഷൻ ഓഫ് ലവ് ആൻഡ് മാരേജ് ആസ് ബോത്ത് സേക്രഡ് റിലീജിയസ് സാക്രമെൻറ്റ് ആൻഡ് എ ജോയസ് പബ്ലിക് ഇവൻറ്റ് അല്ലേ. സോ പ്രൈമർലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോയമാണ് അല്ലേ, ഒരു പബ്ലിക് ഈവൻറ്റ്, ഒരു ജോയസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഈവൻറ്റിനെ എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ വൺ മേജർ തീം ഇസ് ദ ഐഡിയലൈസേഷൻ ഓഫ് ദ ബ്രൈഡ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഐഡിയലൈസേഷൻ ഓഫ് ദ ബ്രൈഡാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് തീംസ് ആണ് കൊടുത്തത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഇതൊരു മാരേജിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. രണ്ടെന്ന് പറയുന്നത് ഐഡിയലൈസേഷൻ ഓഫ് ദ ബ്രൈഡ് അല്ലേ. സ്പെൻസർ എങ്ങനെയാണ് ഫിസിക്കലിയും സ്പിരിച്വൽ ലെൻസിലൂടെയും എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ ബ്രൈഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ യൂട്ടിലൈസിങ് ദ ബ്ലേസ് ആൻഡ് ട്രഡീഷൻ ആൻഡ് ദ റിച്ച് മെറ്റഫേഴ്സ് ഹി കമ്പയർസ് എലിസബത്ത് ഫീച്ചേഴ്സ് ടു പ്രിഷ്യസ് സ്റ്റോൺ അല്ലേ. എലിസബത്തിനെ പ്രിഷ്യസ് സ്റ്റോൺസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നാച്ചുറൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഐവറി, ചെറീസ്, സാഫ്രൈസ് ഇതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ സ്പെൻസർ എംഫസൈസ് ദാറ്റ് ഹെർ സ്റ്റണ്ണിങ് ബ്യൂട്ടി ഈസ് നോട്ട് മിയർലി എക്സ്റ്റേണൽ. സോ അവൾക്കൊരു എക്സ്റ്റേണൽ ബ്യൂട്ടി മാത്രമല്ല ഉള്ളത്, അവൾ ഇൻറ്റേർണലി എന്താണ്, ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ആൻഡ് ഹി പ്ലേസസ് ഈക്വൽ വെയിറ്റ് ഓൺ ഹെർ ഇന്നർ ബ്യൂട്ടി ഓർ ഇന്നർ വിർച്യൂ ആൻഡ് her chastity, her faithfulness and modesty, everything he is describing through this poem. And his dual admiration is central to the wedding ceremony described in the poem. So ഒരു dual admiration ആണ്. അറ്റ് എ ടൈം തൻ്റെ അവളുടെ ഫിസിക്കിനെയും അവളുടെ ഇന്നർ ബ്യൂട്ടിയെയും എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ദ പാസേജ് ഓഫ് ടൈം ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ നെക്സ്റ്റ് തീം ഇസ് ദ പാസേജ് ഓഫ് ടൈം സെർവ്സ് ആസ് ബോത്ത് ദ സ്ട്രക്ചറൽ ആൻഡ് തീമാറ്റിക് ബാക്ക് ബോൺ ഓഫ് ദ വർക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു പോയത്തിൽ 433 ലൈൻസ് ആണ്, അതിൽ 24 സ്റ്റാൻസുകളിലൂടെയാണ് ഈ 433 ലൈൻസുകൾ പോകുന്നത്. സോ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വെഡ്ഡിങ് ഡേ തൊട്ട് എവിടെ വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ദാറ്റ് ഈസ് പ്രോഗ്രഷൻ ഓഫ് ദ വെഡ്ഡിങ് ഡേ ഫ്രം മോർണിംഗ് അൺലൈറ്റ് നൈറ്റ് അല്ലേ. ആ ഒരു വെഡ്ഡിങ് ഡേയിൽ മോർണിംഗ് തൊട്ട് ഇതുവരെയാണ്, നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ദ തീം ഇസ് സ്പീക്കേഴ്സ് ആൻസൈറ്റി റിഗാർഡിങ് ദ ഡേയ്സ് ലെങ്ത് അല്ലേ. സോ അപ്പോൾ ഈ ഒരു പോയറ്റിൻ്റെ ആ ഒരു ആൻസൈറ്റിയാണ്, ഈ ഒരു ഡേ എത്രത്തോളം ലെങ്തിയസ്റ്റ് ആണ് എന്നുള്ളതാണ് പോയറ്റ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് ദ ലോങ്സ്റ്റ് ഡേ ഓഫ് ദ ഇയർ അല്ലേ, ഇത് ഏറ്റവും ഈ ഒരു ഇയറിലെ ഏറ്റവും ലോങ്സ്റ്റ് ഇയർ ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത് അല്ലേ. ആൻഡ് ദ സ്പീക്കർ എക്സ്പ്രസ് ദ ഹ്യൂമൻ eagerness and the impatience for the night to arrive to facilitate the consummation of the marriage അല്ലേ. സോ അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബീങ്സിന് ആ ഒരു ഡേ, വെഡ്ഡിങ് ഡേയിൽ എത്രത്തോളം നൈറ്റ് ആവാനുള്ള ആ ഒരു എന്താണ് ഈഗർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് നേച്ചേഴ്സ് ഹാർമണി വിത്ത് ഹ്യൂമൻ സെലിബ്രേഷൻ ആണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു തീമായിട്ട് വരുന്നത്. ദാൻ ദിസ് പെർഫെക്റ്റ്ലി എൻകാപ്സ്യുലേറ്റ് ഇൻ ദ റെക്കറിങ് റിഫ്രൈൻ ദ വുഡ് ഷാൾ ടു മീ ആൻസർ ആൻഡ് മൈ എക്കൂറിങ് എന്നുള്ളൊരു റിഫ്രൈൻ വരുന്നുണ്ട്. സോ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ എൻവയോൺമെൻറ്റ് ആസ് എൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ മാരേജ്. ഇപ്പോൾ ഈ ഒരു മാരേജിൽ ആ ഒരു എൻവയോൺമെൻറ്റും എന്താണ്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇൻ ദ മാരേജ് സ്പെൻസർ റീഇൻഫോഴ്സസ് ദിസ്
by summoning muses and nymphs to help prepare the bride. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻസർ പറയുന്നുണ്ട് അല്ലേ, ദിസ് ബൈ summoning muse and nymphs to help prepare the bride എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻഡ് ബ്ലെൻഡിങ് ക്ലാസിക്കൽ ആൻഡ് മിത്തോളജി വിത്ത് ക്രിസ്ത്യൻ ട്രഡീഷൻ. ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ത് ചെയ്യുന്നു, മിത്തോളജിയുമായിട്ടും ക്ലാസിക്കലുമായിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസിക്കൽ ഡയറ്റീസിനെ ഇൻവോക്ക് ചെയ്യുന്നു, ദാറ്റ് ഈസ് ബാക്കസ് ആൻഡ് ഫോർ ദ ഫീസ്റ്റ് ആൻഡ് ഹൈംസ് ഫോർ ദ സെറിമണി, and while later praying to goddess such as Cynthia and Juno for protection. അല്ലേ, ഒരുപാട് ഗോഡ് ആൻഡ് ഗോഡസിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഫൈനലി ഈ ഒരു പോയം അഡ്രസ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ആൻഡ് ലെഗസി ആണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് വരുന്നത്. ആസ് നൈറ്റ് ഫോൾസ് ദ ടോൺ ഷിഫ്റ്റ് ടു പ്രയർ ഫോർ ന്യൂമറസ് ഓഫ് സ്പ്രിങ് ഹൂ വിൽ ഓഫർ ട്രിബ്യൂട്ട് ടു ദ ഗോഡ്സ്. അല്ലേ, ഫൈനലി എന്താണ്, ഫെർട്ടിലിറ്റി ആൻഡ് ലെഗസി ആണ്. ആ നൈറ്റ് കഴിയുന്ന ആ ഒരു സമയത്ത് ദ ടോൺ ഷിഫ്റ്റ് ടു എ പ്രയർ ഫോർ ന്യൂമറസ് ഓഫ് സ്പ്രിങ് ഓഫ് ഹൂ വിൽ ഓഫർ ട്രിബ്യൂട്ട് ടു ദ ഗോഡ്സ്. അല്ലേ, ആ ഒരു നൈറ്റ് ഫോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നൈറ്റ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി സ്പെൻസേഴ്സ് പ്രസൻറ്റ് ദ പോയം ഇറ്റ്സെൽഫ് ആസ് എ പ്രിഷ്യസ് ഗിഫ്റ്റ്. അല്ലേ, ഈ ഒരു പോയത്തിന് എന്ത് ചെയ്യാണ്, ഒരു പ്രിഷ്യസ് ഗിഫ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിലീവിങ് ദിസ് ലിറ്റററി മോണമെൻറ്റ്സ് ടു ബി വാല്യൂബിൾ ദാൻ ഫിസിക്കൽ അഡോൺമെൻറ്റ്. അല്ലേ, സോ ഇതൊരു ഫിസിക്കൽ അഡോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റൈറ്റിംഗ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു പോയം എത്രത്തോളം വാല്യൂബിൾ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാണ്, പറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെയർ യൂണിയൻ ഈസ് ഇമ്മോർട്ടലൈസ്ഡ് ത്രൂ ദിസ് ഇൻട്രിക്കേറ്റ് പോയറ്റിക് ക്രാഫ്റ്റ്. സോ അവരുടെ ഈ ഒരു യൂണിയൻ, സ്പെൻസറും തൻ്റെ വൈഫും തമ്മിലുള്ള ആ ഒരു യൂണിയൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പോയട്രിയിലൂടെയാണ് ആ ഒരു റിയൂണിയനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിയനെ ഇമ്മോർട്ടലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Then discuss the importance of soliloquies in Hamlet. സോ ഹാംലെറ്റിൽ എന്താണ് സോളിലോക്കീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? സോ നമുക്കറിയാം വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോളിലോക്കി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ടു ബി ഓർ നോട്ട് ടു ബി സോളിലോക്കിയാണ് അല്ലേ. ആൻഡ് within this tragedy soliloquy serves as a vital literary forms designed for performance. അപ്പോൾ ഈ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോളിലോക്കീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്പീച്ചസ് വളരെയധികം എസെൻഷ്യലാണ്, കാരണം ഹാംലെറ്റിൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ ഒരു സോളിലോക്കിയിലൂടെ ആണ് എന്നുള്ളതാണ് അല്ലേ. ആൻഡ് ഇൻഫിനിറ്റ് ഇൻ എബിലിറ്റി ആൻഡ് നോബിൾ ഇൻ റീസൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ഡിവൈസ് ഇസ് ദ ടു ബി ഓർ നോട്ട് ടു ബി സോളിലോക്കി. ടു ബി ഓർ നോട്ട് ടു ബി സോളിലോക്കിയാണ്. അത് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആക്ട് 3 സീൻ 1 അപ്പോൾ അത് ഓർത്ത് വെക്കണം. സോ ദെൻ ഹൈലി ഫിലോസഫിക്കൽ ആൻഡ് കണ്ടംപ്ലേറ്റീവ് അല്ലേ, കാരണം ഈ ഒരു സ്പെസിഫിക് സ്പീച്ചിൽ 262 വേർഡ്സുകളും 33 ലൈൻസുകളായിട്ടാണ് വരുന്നത്. ആൻഡ് ഇതൊരു മെഡിറ്റേഷനാണ്. ആക്ച്വലി ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും എന്ത് ചെയ്യാണ്, ഹാംലെറ്റ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഹാംലെറ്റ് എന്ത് ചെയ്യാണ്, അവൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഡിലമയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവൻ പറയുന്നത്. വെദർ ഇറ്റ് ഈസ് നോബ്ലർ ടു എൻഡ്യൂർ ലൈഫ് സഫറിങ് ഓർ ടു ആക്റ്റീവ്ലി ചൂസ് ഡെത്ത്. സോ തൻ്റെ ലൈഫ് താൻ സഫർ ചെയ്തുകൊണ്ട് നിൽക്കണോ, അതൊരു നോബിളായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഡെത്തിനെ താൻ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈമാണ്. സോ ആൻഡ് ഡെത്തിനെ ചൂസ് ചെയ്യാൻ മീൻസ് ഹി ഡിസൈഡഡ് ടു commit suicide. Then the importance of this soliloquy. ഇനി ഈ ഒരു സോളിലോക്കിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ടു ബി ഓർ നോട്ട് ടു ബി സോളിലോക്കി എന്ന് പറഞ്ഞാൽ ഹാംലെറ്റിൻ്റെ ഇൻറ്റേർണൽ ഫീലിങ്സിനെ കുറിച്ച് പറയുന്നതാണ് അല്ലേ, ഇൻറ്റേർണൽ പാരലൈസിസിനെ കുറിച്ച് പറയുന്നതാണ്. ആൻഡ് ഇദ്ദേഹം ഡെത്തിനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും എന്താണ്, ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇപ്പം ഡെത്തിന് ഒരു എസ്കേപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാംലെറ്റ് കാണുന്നത്. അൾട്ടിമേറ്റ്ലി ഹെൽഡ് ബാക്ക് ബൈ ദ ഫിയർ ഓഫ് വാട്ട് മൈറ്റ് ലൈ ഇൻ ദ ആഫ്റ്റർ ലൈഫ്.
പക്ഷേ അയാൾ അതിൽ നിന്ന് പിന്തിരിയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഫ്റ്റർ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. ആൻഡ് ദ ഹിയർ ആഫ്റ്റർ വേൾഡ് ആസ് അൺനോൺ റീജിയൻ ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് അനോണിമിറ്റി. സോ നമുക്കറിയാത്തൊരു വേൾഡാണ്, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് എന്ത് ചെയ്യാണ്, തിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് സജസ്റ്റിംഗ് എ ഡീപ് സീറ്റഡ് ഇൻ്റലക്ച്വൽ ആൻസൈറ്റി റിഗാർഡിംഗ് ദ മിസ്റ്ററി ഓഫ് വാട്ട് ഫോളോസ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. So this contemplative depth is portrayed as a doubt-edged sword. While it highlights his superior intellect, it emphasizes that this very nature is what prevents him from acting decisively to take revenge for his father's murder. സോ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സോളിലോക്കിയിലൂടെ പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, എന്ത് ചെയ്യണം അല്ലേ, ഒരു പ്രൊക്കാസ്റ്റിനേഷൻ, വാട്ട് ടു ഡു ഓർ നോട്ട് എന്നുള്ള ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിവെഞ്ചിനെ പോലും എന്ത് ചെയ്യുന്നത്, സ്ലോ ഡൗൺ ചെയ്യിക്കുന്നത് എന്നുള്ളത്. ദെൻ furthermore, the soliloquies provide a critical window into Hamlet's internal struggle. സോ അതോടൊപ്പം തന്നെ ഹാംലെറ്റിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിൻഡോ ആണ് ആക്ച്വലി ഈ ഒരു സോളിലോക്കി എന്ന് പറയുന്നത്. കാരണം ആ സോളിലോക്കിയിലൂടെ ഹാംലെറ്റ് എന്ത് ചെയ്യാണ്, തൻ്റെ ക്യാരക്ടർ തൻ്റെ ഓഡിയൻസിനോട് എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ by prioritizing the conflict of ideas over mere external action, Shakespeare uses these moments to explore themes of alienation and search for meaning. So ഇപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാണ്, search for meaning, അതോടൊപ്പം തന്നെ എന്താണ്, alienation തുടങ്ങിയിട്ടുള്ള തീംസുകളാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, ultimately the importance of Hamlet's soliloquy extends beyond the plot as they touch upon universal human concerns about the meaning of life. So അതിനപ്പുറത്തേക്ക് ഈ ഒരു സോളിലോക്കി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് presents universal human concerns about the meaning of life and suffering and death. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഒരു ഹാംലെറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ടച്ച് അപ്പോൺ ദ യൂണിവേഴ്സൽ ഹ്യൂമൻ കൺസേൺസ് അബൌട്ട് മീനിങ് ഓഫ് ലൈഫ് ആൻഡ് സഫറിങ്സ് ആൻഡ് ഡെത്ത്. Then next question, that is, provide a character sketch of Sir Roger de Coverley as he is portrayed in the essay. സോ സർ റോജർ ഡി കവേർലി എന്ന് പറയുന്നത് ഈ ഒരു എസ്സേയിലെ, ജോസഫ് ആഡിസൻ്റെ എസ്സേയിലെ എന്താണ്, ദ സ്പെക്ടേറ്റർ എസ്സേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റഡ് കൺട്രി ജെൻറ്റിൽമാൻ ആണ് ആര്, സർ റോജർ ഡി കവേർലി എന്ന് പറയുന്നത്. ആൻഡ് ഹി ഹാസ് വിസ്ഡം, ഹ്യൂമർ ആൻഡ് ഹ്യൂമൻ ഇംപെർഫെക്ഷൻസ് എല്ലാം അയാൾക്കുണ്ട്. സോ ഒരു റെസ്പെക്റ്റഡ് കോട്ട്ലി നൈറ്റ് ആണ് അയാൾ അല്ലേ. സോ അതെങ്ങനെയാണ്, എല്ലാ റെസ്പെക്റ്റോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വില്ലേജിൽ അയാൾ ജീവിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ടെനൻസ്, സെർവൻസ്, നൈബേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നുണ്ട് അല്ലേ, വിത്ത് കൈൻഡ്നസ് ആൻഡ് ഫെയർനെസ്. ആൻഡ് ഹി റെപ്രസെൻറ്റ് ദ ഐഡൽ ഇംഗ്ലീഷ് കൺട്രി സ്ക്വയർ ഹു കെയേഴ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി. സോ അയാളൊരു ഐഡൽ ക്യാരക്ടറാണ്, ഒരു ഐഡൽ കൺട്രി സ്ക്വയർ പോലെയാണ് അയാളെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹു കെയർ ഫോർ ദ എൻറ്റയർ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് പീസ് ലവിങ് ആൻഡ് ഡിപ്ലോമാറ്റിക് ആണ്. സോ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അഡ്മയറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസുകളിൽ ഒന്നാണ് ഹിസ് ഡിസയർ ടു മെയിൻറ്റെയിൻ ഹാർമണി അല്ലേ. അയാൾ ലൈഫിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹാർമണി കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഡിസ്പ്യൂട്ട്സുകൾ സംഭവിക്കുമ്പോഴും അതിനിടയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏതെങ്കിലും ഒരു സൈഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു രണ്ട് സൈഡിലും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അയാൾ ഒരു ആ ഡിസ്പ്യൂട്ട് ഇല്ലാണ്ടാക്കാനാണ് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്, പീസ്ഫുൾനെസ്സിനോട്ട് എത്തിക്കുകയാണ്. ദെൻ കൈൻഡ് ആൻഡ് ജനറസ് ആണ്, വളരെയധികം കൈൻഡ് ആൻഡ് ജനറസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഇസ് ജനറസ് ടുവേർഡ്സ് ദോസ് അറൗണ്ട് ഹിം അല്ലേ, തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് എന്താണ്, വളരെയധികം ജനറസ് ആണ്. ദെൻ നെക്സ്റ്റ്, ദെൻ എക്സെൻട്രിക് ബട്ട് ചാമിങ്. സോ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എന്നിരുന്നാലും ഹാസ് സെവറൽ അമ്യൂസിങ് പെക്യുലാരിറ്റീസ്. ഹിസ് ആക്ഷൻസ് ഓഫൺ അപ്പിയർ ഓഡ് ഓർ ഹ്യൂമറസ്. അയാളുടെ ചില ആക്ഷൻസ് എന്തായിരിക്കും, നമുക്ക് ഹ്യൂമറസ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സംതിങ് ഓഡ് ഓർ സംതിങ് യുണീക്ക് ഫ്രം അതർ people, and which adds charm to his character. So that uniqueness makes his character
a charming quality, and thus eccentricities make him a realistic and a lovable individual rather than a perfect hero. So ഇങ്ങനെയുള്ള എക്സെൻട്രിസിറ്റീസ് ആണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് he will be a lovable person or lovable individual among the community or among the people. Then the next question is, analyze the use of humor and satire in Sir Roger at the Assize to critique 18th century society. So സറ്റയറും ഹ്യൂമറും യൂസ് ചെയ്തുകൊണ്ട് സർ റോജർ അറ്റ് അസീസസിലൂടെ എന്ത് ചെയ്യാണ്, സർ റോജർ എന്നുള്ള ക്യാരക്ടറിലൂടെ എന്ത് ചെയ്യാണ്, 18th സെഞ്ച്വറി സൊസൈറ്റിയെ ക്രിട്ടിക്ക് ചെയ്യാണ് ജോസഫ് ആഡിസൺ ചെയ്യുന്നത്. ദെൻ so he satires of excessive litigation. That means one of the main target of Addison's satire is the tendency of people to go to court over trivial matters. അതായത് 18th സെഞ്ച്വറിയിൽ ചില സൊസൈറ്റിയിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോർട്ടിനെ സമീപിക്കുകയായിരുന്നു. ആൻഡ് ഇത് എന്താണ് കാണിക്കുന്നത്, ദിസ് ഷോൺ ത്രൂ ടോം ടച്ചി, എ മാൻ ഹൂ constantly files lawsuits for insignificant reason, അല്ലേ. സോ ടോം ടച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അയാൾ എന്ത് ചെയ്യാണ്, അയാളിങ്ങനെ പെറ്റീഷൻസുകൾ ഫയൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിലൂടെ ആഡിസൺ എന്ത് ചെയ്യാണ്, സൊസൈറ്റിയിലെ ടൈം വേസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ലീഗൽ ഡിസ്പ്യൂട്ടുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സറ്റയർ ഓഫ് സോഷ്യൽ പ്രിറ്റൻഷനാണ്. ആൻഡ് അഡിസൺ ഓൾസോ ലോവ്സ് അറ്റ് പീപ്പിൾ ഹൂ സീക്സ് അറ്റൻഷൻ ആൻഡ് സ്റ്റാറ്റസ് വിതൗട്ട് ഹാവിങ് എനിത്തിങ് മീനിങ് ഫുൾ ടു സേ. സോ അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും പറയാതെ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യാം, ആളുകൾക്കിടയിൽ കുറച്ച് അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സർ റോജർ സ്പീച്ച് അറ്റ് ദ കോർട്ട് ഇസ് ഹ്യൂമറസ് ബിക്കോസ് ഇറ്റ് ഈസ് ലാർജ്ലി പോയിന്റ്ലെസ് ആൻഡ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊസീഡിങ്സ്. സോ സർ റോജറിൻ്റെ എന്ത് ചെയ്യാം, സ്പീച്ച് എടുക്കുക കോർട്ടിൽ. സോ അയാൾ പ്രത്യേകിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യാണ്, അയാളതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻസിഡൻറ്റ് സറ്ററൈസസ് ദോസ് ഹു സ്പീക്ക് മിയർലി ടു അപ്പിയർ ഇമ്പോർട്ടൻസ്, അല്ലേ. ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. ദെൻ ഹ്യൂമർ ത്രൂ സർ റോജേഴ്സ് എക്സെൻട്രിസിറ്റി. സോ Sir Roger unusual behavior provides much of the essay's comedy. സോ ഈ ഒരു എസ്സേയിൽ കോമഡി ക്രിയേറ്റ് ചെയ്യുന്നത് സർ റോജറിൻ്റെ ഈ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ തന്നെയാണ്. ആൻഡ് at the inn he has his portrait altered by adding whiskers so that he looks like a Saracen. When he asks whether he can still be reorganized, the narrator jokingly replies with Sir Roger's own favorite phrase, much might be said on both sides. So അയാൾ എന്ത് ചെയ്യണം, കുറച്ച് എക്സെൻട്രിക് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി അയാളുടെ ബിഹേവിയർ എന്ത് ചെയ്യണം, ഈ ഒരു എസ്സേയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കോമഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആഡിസൻ്റെ സറ്റയർ ഒരിക്കലും എന്തല്ല, ഹാഷായിട്ടുള്ള സറ്റയറുകളല്ല എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, അല്ലേ. സോ മറിച്ച് വളരെ ജെൻറലായിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സറ്ററൈസിങ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡിസൺ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ the next question is, analyze Dover Beach as a critic of Victorian society, focusing on the metaphor of the sea of faith. Actually
ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ദാറ്റ് വാസ് സ്റ്റാർട്ടിങ് വിത്ത് ദ റൊമാൻറ്റിസിസം തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റൊമാൻറ്റിസിസത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നേച്ചറിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പതിയെ പതിയെ അത് വിക്ടോറിയൻ ഡിലമയിലോട്ട് എത്തുന്നുണ്ട്. ആ ഒരു പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മാത്യു ആർണോൾഡ്സ് ഡോവർ ബീച്ച് ഇസ് പ്രൈമർലി എ ലാമെൻറ്റേഷൻ ഓഫ് ദ ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. വിക്ടോറിയൻ സൊസൈറ്റിയിലെ വാല്യൂസും അതുപോലെ തന്നെ എന്താണ്, വിക്ടോറിയൻ സൊസൈറ്റിയുടെ എന്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഫെയ്ത്തും റിലീജിയണും എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വിക്ടോറിയൻ ഡിലമ, വെദർ ടു ബിലീവ് ഇൻ സയൻസ് ഓർ ടു ബിലീവ് ഇൻ ഗോഡ്. Then the central metaphor used to convey this decline is the sea of faith. Sea of faith ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു എന്ത് വെച്ചിട്ടുള്ളത്, ഈ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റഫർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. റിലീജിയസ് convictions was one like a full tide that encompassed the entire world. However, it has since receded. So ഇപ്പോൾ ആ ഒരു സീ ഓഫ് ഫെയ്ത്ത്, ആ ഒരു വേവ്സ് എടുക്കുക. ആ വേവ്സ് എന്തായിരുന്നു, ആദ്യം ഫുള്ളായിരുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് that society is filled with religion or spirituality, but it now reduced. Then this receding tide leaves the edges of the earth bare. So ഓരോ ആ ഒരു വേവ്സ് റിസീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിൽ ചില വാക്വംസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഡ്ജസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ എഡ്ജസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് സ്പിരിച്വൽ വാക്വമാണ് കാണിക്കുന്നത്. ദെൻ ദ മെലാങ്കളിക് വിഡ്രോയിങ് സൗണ്ട് അല്ലേ, ദ സീ സെർവ്സ് ആസ് എൻ ഓഡിറ്ററി റെപ്രസെൻറ്റേഷൻ ഓഫ് ദ perplexity felt by a generation that is losing its religious certainty through this imagery. So ആ ഒരു എന്താണ്, ആ ഒരു സീ റിട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിക്ടോറിയൻ ഡിലമയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് അല്ലേ. സോ ഈ ഒരു പോയത്തിൽ ആക്ച്വലി പറയുന്നത് വിക്ടോറിയൻ ഡിലമയാണ്. ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവസാനം എത്തുമ്പോഴും എന്താണ്, ആ സീ ഓഫ് ഫെയ്ത്തിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദി സ്പിരിച്വാലിറ്റി ഇസ് റിട്രീറ്റിംഗ് ഫ്രം ദ സൊസൈറ്റിയിൽ നിന്നും സ്പിരിച്വാലിറ്റി എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Then the next question is, describe the theme of war in the play Arms and the Man. So in Arms and the Man അല്ലേ, ഈ ഒരു പ്ലേയിൽ ജോർജ് ബെർണാഡ് ഷോ വാറിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു മെയിൻ തീമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ആൻഡ് അതായത് ഈ ഒരു വാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകളും ഉണ്ട്, അതിൻ്റെ കോൺസിക്വൻസസ് അറിയുന്ന ആളുകളും ഉണ്ട്. സോ ആസ് റിയാലിറ്റി ഫാർ റിമൂവഡ് ഫ്രം ദ റൊമാൻറ്റിക് ഐഡിയൽസ് ഓഫ് ഹീറോയിസം ആൻഡ് ഗ്ലോറി, set against the backdrop of the Serbo-Bulgarian War of 1885. അപ്പോൾ ഈ ഒരു പ്ലേ എഴുതുന്നത് 1885 ബൾഗേറിയൻ വാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് the play challenges the traditional belief that soldiers are noble heroes who fight bravely for honor and പാട്രിയോട്ടിസം അല്ലേ. അതായത് സോൾജിയേഴ്സ് ഈ ഒരു വാറിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ് they bravely fight for the country because of the patriotism അല്ലേ. അപ്പോൾ വാർ എന്ന് പറയുന്നത് മെയിൻലി എക്സ്പ്ലോർ ചെയ്യുന്ന എങ്ങനെയാണ്, ത്രൂ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സെർജിയസ് സെറാനോഫ് ആൻഡ് ക്യാപ്റ്റൻ ബ്ലൺഷിൽ. സോ ഇവരിലൂടെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് സെർജിയസ് വാറിനെ എന്ത് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് as a war hero because of his daring cavalry charge. However, Shaw reveals that this victory was achieved by chance rather than military skill. അപ്പോൾ ബെർണാഡ് ഷോ പറയുന്നുണ്ട്, അപ്പോൾ ഈ ഒരു വിക്ടറി കിട്ടിയത് എങ്ങനെയായിരുന്നു, എന്തിലൂടെയാണ്, ഇറ്റ് വാസ് എ ചാൻസ്, ബൈ ചാൻസ് കിട്ടിയതാണ്, നോട്ട് മിലിറ്ററി സ്കിൽ കൊണ്ടല്ല എന്ന് പറഞ്ഞു. then exposing the foolishness behind the so called heroic act. സോ വാറിനെ ഒരു ഹീറോയിക് ആക്ട് ആയിട്ട് കാണുന്നതിൻ്റെ ആ ഒരു സോ കോൾഡ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയെ എന്ത് ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ് ബെർണാഡ് ഷാ. ദെൻ
Sergius present the romantic and unrealistic view of war. സോ അപ്പോൾ സെർജിയൻ്റെ എന്താണ്, സെർജിയസ് എന്ത് ചെയ്യാണ്, ഒരു റൊമാൻറ്റിസൈസ് ചെയ്യാണ് വാറിനെ. പക്ഷേ ബ്ലൺഷിൽ പ്രാക്ടിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സോൾജിയർ ആണ്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു who sees war as profession rather than an opportunity for glory. സോ അയാളെ സംബന്ധിച്ചിടത്തോളം വാർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, ഇത് ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുമല്ല. ഇൻസ്റ്റെഡ് ഓഫ് ക്യാരിങ് അമ്യൂണിഷൻ ഹി ക്യാരീസ് ചോക്ലേറ്റ്സ്. സോ അയാൾ അമ്യൂണിഷൻസ്, അതായത് വെപ്പൺസുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നതിന് പകരമായിട്ട് അയാൾ എന്താണ് ക്യാരി ചെയ്യുന്നത്, ചോക്ലേറ്റ്സുകളാണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് സർവൈവൽ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹീറോയിക്, അല്ലേ? ഹീറോയിക് ആയിട്ടുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ സർവൈവ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്ലൺഷിൽ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ആൻഡ് ത്രൂ ദിസ് ക്യാരക്ടർ ഷോ പ്രസൻസ് war as a harsh and dangerous റിയാലിറ്റി where common sense matters more than bravery. സോ ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറൈസേഷനിലൂടെ, രണ്ട് ക്യാരക്ടറിലൂടെ ജോർജ് ബെർണാഡ് ഷോ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഡേഞ്ചറസ് റിയാലിറ്റി ഓഫ് war ആൻഡ് common sense is matters more than bravery എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് റെയ്നാസ് changing attitude towards Bluntschli further highlight the theme. And as he abandoned her romantic illusion, she comes to understand the truth about war. The show uses humor and irony to expose the myths surrounding warfare and to promote a realistic human-centered view of life and conflict. സോ ആക്ച്വലി ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെ ജോർജ് ബെർണാഡ് ഷോ എന്ത് ചെയ്യാണ്, ആക്ച്വലി വാട്ട് ഈസ് വാർ, ദിസ് ഇസ് നോട്ട് സംതിങ് ഗ്ലോറിഫൈയിങ് ആൻഡ് ഇറ്റ് വാസ് ദ റിയാലിറ്റി ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ പ്രൊഫഷൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ബെർണാഡ് ഷോ പറയുന്നത്. Then the next one is, what is the conclusion of Easter 1916 by W.B. Yeats? So W.B. Yeatsൻ്റെ ഈസ്റ്റർ 1916 എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൻ്റെ കൺക്ലൂഷൻ എന്താണ്, അല്ലേ? സോ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഐറിഷ് റിബല്യനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്, പോയറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? സാക്രിഫൈസ് ഓഫ് ഇറ്റ്സ് ലീഡേഴ്സ്. ദെൻ ഹി വണ്ടേഴ്സ് വെദർ ദ loss of so many lives was necessary and suggests that excessive dedication to a political cause can make people rigid and unchanging. So ഇത്രയും എക്സസീവ് ആയിട്ടുള്ളൊരു സാക്രിഫൈസസ് ആവശ്യമാണോ എന്നുള്ളതാണ് പോയിട്ട് ചോദിക്കുന്നത്, അല്ലേ? ഡെഡിക്കേഷൻ ആവശ്യമാണോ, ഒരു പൊളിറ്റിക്കൽ കോസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻ മേക്ക് പീപ്പിൾ റിജിഡ്, അല്ലേ? ആളുകൾ എന്ത് ചെയ്യുന്നു, റിജിഡ് ആക്കി മാറ്റുന്നു, അൺചേഞ്ചിങ് ആക്കി മാറ്റുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം he believes that the courage and sacrifice of the rebels cannot be forgotten. സോ അതോടൊപ്പം തന്നെ എന്താണ്, ആ ഒരു റിബല്യനിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന കറേജ്, അതുപോലെ തന്നെ സാക്രിഫൈസസ് എല്ലാം എന്ത് ചെയ്യണം, അൺഫോർഗോട്ടബിൾ ആണ്, അല്ലേ? ദെൻ ലൈക്ക് എ മദർ ലവിംഗ്ലി റിപ്പീറ്റിംഗ് ദ നെയിംസ് ഓഫ് ഹെർ ചിൽഡ്രൻ. സോ ഇറ്റ്സ് memorizes the dead revolutionaries by naming them in the poem. സോ ഒരു പോയത്തിൽ ഓരോ റെവല്യൂഷണറീസിനെയും, മരണപ്പെട്ടു പോയ ഓരോ റെവല്യൂഷണറീസിൻ്റെയും പേര് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളത്. ദെൻ ആൻഡ് although he is uncertain about the success or wisdom of the uprising, he categorized that their action changed Ireland forever. സോ അതിൻ്റെ അദ്ദേഹത്തിന് അറിയില്ല ഇതൊരു സക്സസ് ആവുമോ അല്ലെങ്കിൽ ഓർ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത്. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, അയർലൻഡിൻ്റെ എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച്ഡ് അയർലൻഡിന് പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ റിപ്പീറ്റഡ് റിഫ്രൈൻ എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ ക്യാപ്ചേഴ്സ് ദ പോയം സെൻട്രൽ ഐഡിയ. സോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിഫ്രൈൻ ആണ് ദ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ റെബല്യൻ വാസ് ട്രാജിക് ബിക്കോസ് ഓഫ് ദ ഡെത്ത് ഇറ്റ്സ് കോസ്റ്റ്. അപ്പോൾ ഈ റെബല്യൻ എന്തായിരുന്നു, ട്രാജിക് ആയിരുന്നു, കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു. പക്ഷേ യെറ്റ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് അവേക്കൻഡ് എ ന്യൂ സ്പിരിറ്റ് ഓഫ് ഐറിഷ് നാഷണലിസം, അല്ലേ? എന്തുകൊണ്ടാണ്? പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആണ്. ടെറിബിൾ ബ്യൂട്ടി, ടെറിബിൾ ഈസ് ദ ഡെത്ത് കോസ്ഡ് ബൈ ദാറ്റ് rebellion. Beauty is the spirit, a new spirit of Irish nationalism is emerged for the future generation. That is the beauty.
Next, explain how the aftermath of the hanging reflects the theme of indifference in the essay. സോ ഹാങ്ങിങ് അല്ലേ, ഒരാളെ ഹാങ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ച് നമ്മുടെ ഹാർട്ടൊന്ന് ഹാർഡാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ ഇവിടെ ജോർജ് ഓർവെൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിഫറൻസ് ആണ് തീം കാണിക്കുന്നത്. അതായത് ആഫ്റ്റർ വിറ്റ്നസിങ് ആൻഡ് എക്സിക്യൂഷൻ അല്ലേ, ഒരു എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിവിങ് മാൻ്റെ എക്സിക്യൂഷൻ വിറ്റ്നസ് ചെയ്തതിന് ശേഷം പ്രിസൺ ഓഫീഷ്യൽസ് എന്ത് ചെയ്യാണ്, വളരെയധികം എന്ത് ചെയ്യുന്നു, അവരുടെ നോർമൽ റുട്ടീനിലോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവർ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ആൻഡ് ദേ ഡ്രിങ്ക് വിസ്കി ആൻഡ് ലോഫ് ജോക്ക് ടുഗെദർ ദോ നത്തിങ് സിഗ്നിഫിക്കൻറ്റ് ഹാസ് ഹാപ്പൻഡ് അല്ലേ, ഒന്നും സംഭവിക്കാത്ത പോലെ അവർ ഒരു നോർമൽ റുട്ടീനിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ദെൻ they gather for then this behavior reveals their emotional detachment and a lack of sympathy അല്ലേ. അപ്പോൾ ഇതിലൂടെ അവർ എത്രത്തോളം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്, അതുപോലെ തന്നെ എന്താണ്, ലാക്ക് ഓഫ് സിമ്പതി ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഫോർ പ്രിസണേഴ്സ് who has just been put to death, and instead of reflecting on the laws of human life, they treat the execution as an ordinary part of their daily works. സോ അവർ ആ ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ ഒരു എന്താണ്, ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാതെ, ഫോർ ദം ഇറ്റ് വാസ് എ ഡെയിലി റുട്ടീൻ ഇൻ ദെയർ ലൈഫ് അല്ലേ, അവരുടെ ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ എന്താണ്, മാത്രമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഓർവെൽ യൂസസ് this contrast between the solemn act of hanging and the cheerful atmosphere afterward to criticize how people become sensitized to violence and death. സോ ഇപ്പോൾ ആ ഒരു എക്സിക്യൂഷന് ശേഷമുള്ള ആ ഒരു കാം ആൻഡ് ചിയർഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, സോ അതിലൂടെ വയലൻസും ഡെത്തും എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ആൻഡ് ഒഫീഷ്യൽസിൻ്റെ ആ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഹൗ ദ കൊളോണിയൽ ജസ്റ്റിസ് സിസ്റ്റം റെഡ്യൂസ് ഹ്യൂമൻ ലൈഫ് ടു റുട്ടീൻ പ്രൊസീജിയർ. സോ കൊളോണിയൽ സിസ്റ്റം നമ്മുടെ ലൈഫിൽ അല്ലേ, അതായത് ഹ്യൂമൻ ലൈഫിനെ ഒരു റുട്ടീൻ സിസ്റ്റം ആക്കി എന്ത് ചെയ്തു, മാറ്റി എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഈ ഒരു എൻഡിങ്ങിലൂടെ ഓർവെൽ എംഫസൈസ് ചെയ്യുന്ന ദ ഫ്രൈറ്റനിങ് ഇൻഡിഫറൻസ് ഓഫ് those who participate in or witness such acts, making the reader question the morality of capital punishment. So capital punishment-നെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് ആക്ച്വലി ഈ ഒരു വർക്കിലൂടെ ഓർവെൽ ചെയ്യുന്നത്. Then analyze the significance of the oxymoron terrible beauty and how it serves as the central theme of poem. So terrible beauty ഒരു oxymoron അല്ലേ. oxymoron എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് വരുന്നത്. സോ അതെങ്ങനെയാണ് ഇതിൻ്റെ സെൻട്രൽ തീമായിട്ട് ഈ ഒരു ഈസ്റ്റർ 1916 സെൻട്രൽ തീമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീമാണ്. കാരണം ഓക്സിമറോൺ എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസുകളുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. ടെറിബിൾ ബ്യൂട്ടി അല്ലേ. അപ്പോൾ ടെറിബിൾ എന്ന് പറയുന്നത് ഇവിടെ സഫറിങ്സ്, വയലൻസിനെയാണ്, ലോസ് ഓഫ് ലൈഫാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് 1916 ഈസ്റ്റർ റൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലോസ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ആൻഡ് മെനി പീപ്പിൾ ഡൈഡ് ആൻഡ് ദ ഈവൻ ബോട്ട് പെയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ടു അയർലൻഡ്സ്. ഒരുപാട് പേര് എന്ത് ചെയ്തു, മരണപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അയർലൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് ദ കറേജ് ആൻഡ് സാക്രിഫൈസ് ആൻഡ് പാട്രിയോട്ടിക് സ്പിരിറ്റ് ഓഫ് ദ ഐറിഷ് റെവല്യൂഷണറീസ് അല്ലേ. ഐറിഷ് റെവല്യൂഷണറീസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പിരിറ്റാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ their action inspired a strong sense of national identity. അപ്പോൾ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷനിലൂടെ, സാക്രിഫൈസിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ നാഷണാലിറ്റി ഐറിഷ് പീപ്പിളിന് കിട്ടുകയാണ് ചെയ്യുന്നത്. നാഷണൽ സ്പിരിറ്റ് ദേ ഗെറ്റ്സ് ആൻഡ് strengthen the struggle for Irish independence. So by joining this opposite ideas, it shows his mixed feeling about the rebellion. So ഇപ്പോൾ ഈ ഒരു ഓക്സിമറോൺ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഈറ്റ്സിൻ്റെ മനസ്സിലുള്ളൊരു ഡബിൾ ഫീലിംഗ് ആണ് കാണിക്കുന്നത്. അതായത് ഇത്രയും ആളുകൾ ആ ഒരു റെവല്യൂഷനിൽ മരണപ്പെട്ടു എന്നുള്ള ആ ഒരു ഫീലിങ്ങും, അതോടൊപ്പം തന്നെ എന്താണ്,
അതൊരു സാഡ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതോടൊപ്പം അവരുടെ ബ്രേവറി, അവരുടെ ഡെഡിക്കേഷൻ ആൻഡ് അത് മാത്രമല്ല ഒരു പുതിയ ഐറിഷ് സൊസൈറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ദർ ഈസ് എ ഡബിൾ ഫീലിംഗ് ഇൻ ഹിസ് മൈൻഡ്. ദസ് ദ ഓക്സിമറോൺ ക്യാപ്ചേഴ്സ് ദ പോയംസ് മെയിൻ തീം, ഗ്രേറ്റ് സാക്രിഫൈസ് ആൻഡ് സഫറിങ് ക്യാൻ ലീഡ് ടു പോസിറ്റീവ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ആൻഡ് നാഷണൽ അവേക്കനിങ്. സോ നമ്മുടെ ഈ ഒരു ഓക്സിമറോണിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല സാക്രിഫൈസുകൾ, നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസുകളും സഫറിങ്സുകളൊക്കെ എന്തിലോട്ട് ലീഡ് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിലോട്ട് ലീഡ് ചെയ്യും എന്നുള്ളത്. Then moving on to the next question, that is discuss Hamlet as a revenge tragedy. അല്ലേ, ഹാംലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ റിവെഞ്ച് ട്രാജഡി. സോ റിവെഞ്ച് ട്രാജഡി എലിസബത്തൻ ഏജിൽ വന്നതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഹാംലെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്രിൻസ് ഹാംലെറ്റ് എന്ത് ചെയ്യണം, തൻ്റെ അച്ഛനെ കൊന്ന ക്ലോഡിയസിനോട് എന്ത് ചെയ്യാണ്, റിവെഞ്ച് സീക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ട്രഡീഷണൽ റിവെഞ്ച് ട്രാജഡീസിൽ സാധാരണയായിട്ട് കാണുന്നത് എന്താണ്, ഗോസ്റ്റ്, മർഡർ, ഇൻട്രിഗ്യൂ, മാഡ്നസ് ആൻഡ് ബ്ലഡ് ഷെഡ് എല്ലാം കാണാറുണ്ട്. സോ അതെല്ലാം ഈ ഒരു പ്ലേയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹാംലെറ്റിൻ്റെ അച്ഛൻ അല്ലേ, കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, തന്നെ കൊന്നത് ആരാണ്, തൻ്റെ മർഡർ ആരാണെന്ന് എന്ത് ചെയ്യുന്നത്, റിവീൽ ചെയ്യുകയും ആൻഡ് ഹി ഡിമാൻഡ് ഫോർ റിവെഞ്ച് ആൻഡ് സെറ്റിംഗ് ദ പ്ലോട്ട് ഇൻ മോഷൻ. ഹാംലെറ്റ് ഡിസയർ ടു അവെഞ്ച് ഹിസ് ഫാദർ ഡ്രൈവ്സ് ദ ആക്ഷൻ ഓഫ് ദ പ്ലേ ആൻഡ് ഹി പ്രിറ്റൻഡ്സ് ടു ബി മാഡ് അല്ലേ. ഹാംലെറ്റ് എന്ത് ചെയ്യുന്നു, മാഡായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു കൺഫേം ഹൂ ഈസ് ദ റിയൽ മർഡറർ. ആൻഡ് ക്ലോഡിയസിൻ്റെ ഗിൽട്ടിലൂടെ എന്ത് ചെയ്യാണ്, അത് മനസ്സിലാക്കുകയാണ്. ദെൻ ദർ ഈസ് എ പ്ലേ വിത്തിൻ എ പ്ലേ, ദാറ്റ് ഈസ് ഓൾസോ ഫീച്ചർ ഓഫ് റിവെഞ്ച് ട്രാജഡി, ദാറ്റ് ഈസ് മർഡർ ഓഫ് ഗോൺസാഗോ എന്നുള്ള ഒരു പ്ലേ വരുന്നുണ്ട് അല്ലേ. സോ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഹാംലെറ്റ് അത് മനസ്സിലാക്കുന്നത്. സോ ഷേക്സ്പിയർ ഗോസ് ബിയോണ്ട് ദ കൺവെൻഷൻസ് ഓഫ് ജോണേഴ്സ് അല്ലേ. സോ ടിപ്പിക്കൽ റിവെഞ്ച് ഹീറോസ് എങ്ങനെയായിരിക്കും, വളരെ ക്വിക്ക്ലി ആക്ട് ചെയ്യുന്ന ആളെ. പക്ഷേ ഹാംലെറ്റ് കുറച്ച് ഹെസിറ്റൻ്റ് ആണ് അല്ലേ, ഹെസിറ്റേറ്റ്സ് ആണ് ഹാംലെറ്റ്, കുറച്ച് പ്രൊക്കാസ്റ്റിനേഷൻ വരുന്നുണ്ട്, കുറച്ച് ഡിലേ ആണ് ഹാംലെറ്റ് അല്ലേ. സോ ദാറ്റ് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് ദാറ്റ് revenge. So his internal conflict gives the play psychological depth. So അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലേക്ക് ഒരു സൈക്കോളജിക്കൽ ഒരു പോർഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് റിവെഞ്ച് സീക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഡിലേ ആവുന്നു. സോ ദാറ്റ് ലീഡ്സ് ടു ഹിസ് ഓൺ ട്രാജഡി അല്ലേ, തന്നെ ട്രാജിക് എൻഡിലോട്ട് ലീഡ് ചെയ്യുന്നു. ദെൻ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡെത്ത്സ് അല്ലെ, പൊളോണിയസ്, ഒഫീലിയ, ലാരട്ടസ്, ക്യൂൻ, ജെർട്രൂഡ്, ക്ലോഡിയസ്, ഹാംലെറ്റ് ഹിംസെൽഫ്, എവ്രി വൺ ഈസ് ഡൈഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹൊറേഷ്യോ അല്ലേ. ഹൊറേഷ്യോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഹാംലെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ് സെൻട്രൽ തീംസ്. സോ യെറ്റ് ഇറ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഷേക്സ്പിയേഴ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ സൈക്കോളജി, മൊറാലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ആക്ഷൻ. സോ ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ഷേക്സ്പിയർ ഹ്യൂമൻ സൈക്കോളജി, മൊറാലിറ്റി, കോംപ്ലക്സിറ്റി ഓഫ് ആക്ഷൻ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നമുക്ക് ഹാംലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പേപ്പറിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. 19 യൂണിറ്റ്സുകളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ഈ ഒരു ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. സോ 27th നമുക്ക് എക്സാം വരുന്നത്. ഒരുപാട് സമയമുണ്ട്, ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.